നമുക്കിന്ന് നമ്മുടെ ഇൻട്രോ പറയുന്നത് ഫാത്തിമ സഹ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർ ഇൻട്രോ പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ സെക്ഷൻ തുടങ്ങുകയും ചെയ്യാം. സഹ്റ ഇവിടെ ഓൺലൈനിലുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടോ. ഹലോ, ഓഡിയബിൾ ആണോ സർ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ഈവനിങ് ടു എവറി വൺ. ആദ്യമായി ഹൃദയത്തിന്റെ ഭാഷ എല്ലാവർക്കും നന്ദി, ഇവിടെ വന്ന എല്ലാവർക്കും. ഇനിയും 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അതുവരെ നമുക്കൊന്ന് എല്ലാവരും എന്നാലും കമന്റ് സെക്ഷനിൽ പ്ലേസ് ഒന്ന് മെൻഷൻ ചെയ്യോ. അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈമും കൂടി നോക്കാം എത്ര പേര് വരുമെന്ന്. എന്തേ ആരും മെൻഷൻ ചെയ്യാതെ? കേൾക്കുന്നില്ല ആരും? ഒന്നാട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഡിലേ ആക്കുന്നില്ല. എന്തായാലും എല്ലാവർക്കും വെൽക്കം. വാട്സപ്പിന്റെ പ്രീ സെക്ഷൻ ആണ് ഇത്. എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നത് തന്നെയാണോ? വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നവരാണോ അതോ യെസ്, എന്നെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വാട്സപ്പ് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ഓൺ ചെയ്യുന്നത് സ്വന്തം മനസ്സിനെ അറിയാനും ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാക്കാനും പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ ഇനി ജോയിൻ അല്ലാത്തവര്, ലിങ്ക് വേണ്ടവര് ചാറ്റിൽ ലിങ്ക് എന്ന് മെൻഷൻ ചെയ്താൽ മതി. നമ്മള് ഗ്രൂപ്പിന്റെ ലിങ്ക് അയക്കുന്നതായിരിക്കും. പിന്നെ എല്ലാ ട്യൂസ്ഡേയും 8:30 രാത്രി ഫ്രീ സെക്ഷൻ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത്, അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും കേട്ടോ. ഭയങ്കര ടെൻഷൻ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സും എല്ലാം ചോദിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. തികച്ചും സൗജന്യമായ ഒരു സെക്ഷനാണ്. കമന്റ് ഇല്ലാത്തവർക്ക് ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലും കൂടി ഇത് ഇടുമ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഓൾറെഡി ഉള്ളവർക്ക് ഇതൊക്കെ എന്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ഇത് കൊടുക്കുന്നത്. ഇല്ലാസ്ഖാനെ പേഴ്സണലി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സെക്ഷനൊക്കെ കേട്ട് പരിചയമുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് ആൾക്കാർ ഇതിലുണ്ടാവുക. അപ്പോൾ സാറിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയാ. സാറ് ഒരു മദ്രസ അധ്യാപികനാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്. സാറിന്റെ ക്ലാസ് കേട്ടവരെല്ലാവരും എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് വന്നിട്ടുണ്ടാകുന്നത്. എനിക്ക് 100% ഉറപ്പാണ്. എല്ലാത്തവർക്കും ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാൻ, നമ്മുടെ MT കപ്പായിട്ട് ഇരിക്കാം. ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റ് ഇരിക്കുക, ജഡ്ജ്മെന്റ് സീറ്റിൽ ഇരിക്കാതിരിക്കുക. പേഴ്സണലി ലാസ്കാനെ അറിയുന്ന ആൾക്കാർ ആദ്യമായിട്ട് ചേരുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാന്നുള്ളൊരു ഇതിലായിരിക്കും, ക്യൂരിയോസിറ്റിയിലായിരിക്കും ഇരിക്കുക. പക്ഷെ അങ്ങനെയൊന്നുമില്ല. സാർ എന്താ പറയുക, നമുക്ക് വേണ്ടുന്നതാണെങ്കിൽ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ ടോപ്പിക്ക് ഇന്ന് ഓവർകം ഓവർ തിങ്കിങ് ആ. ഓൾമോസ്റ്റ് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഓവർ തിങ്കിങ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ സെക്ഷൻ കുറെ ഡിലേ ആയി പോകണ്ട. അപ്പൊ ഞാൻ ഇല്യാസ്ഖാനെ വെൽക്കം ചെയ്യാം. വെൽക്കം ടു ഇല്യാസ്ഖ. താങ്ക് യു. ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു തുടങ്ങുന്നതിന്റെ മുമ്പേ, ഫാത്തിമ സഹ്റ ആദ്യമായിട്ടാണ് ഇങ്ങനെ സെക്ഷന് ഒരു ഓപ്പണിംഗ് ഇൻട്രോ പറയുന്നത്. ഭയങ്കര പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ സഹ്റ, താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ തുടക്കം. അഫ്സൽ ബ്രോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു ഇൻട്രോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രോ ഒക്കെ സെറ്റ് ആണ്. ആരാണ് നിങ്ങളെ വൈഫാണോ? ആരാണ്? അല്ല, വൈഫൊന്നല്ല. നിങ്ങളെ സെക്ഷനിലുള്ള നമ്മളെ കഴിഞ്ഞ സെക്ഷനിൽ എപ്പോഴോ ഒന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ. മനസ്സിലായി. ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു സെഷനിൽ നിങ്ങൾ പറഞ്ഞില്ലേ? അതെ. ആളിച്ചു മെസ്സേജ് അയച്ചിരുന്നു ആളാണല്ലേ അത്? യെസ്.
അപ്പൊ എന്തായാലും നമ്മളൊന്ന് നേരിട്ട് പരിചയമുള്ള ആളായതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. എന്തായാലും സന്തോഷം. അതിന്റെ ഒരു തുടക്കം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പോ അതന്നെ ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഏതായാലും കൂടുതലായിട്ട് ഇങ്ങനെ ഇനിയൊന്നും പറയാതെ നേരെ ഇങ്ങനെ ടോപ്പിക്കിലേക്ക് ഇങ്ങനെ പോവാം. ഓവർകം യുവർ ഓവർ തിങ്കിങ് എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എം ടി കപ്പായിട്ടിരിക്കുക. നേരത്തെ പറഞ്ഞപ്പോൾ ആരും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആകെ ഒരാളാണ്. നിങ്ങളെ സ്ഥലം ഒന്ന് അടിയിൽ കമന്റ് ചെയ്താലേ, കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാല് ഉപകാരമായി. കാലിക്കട്ടുണ്ട് അഫ്സൽ ബ്രോ, പിന്നെ മുംതാസ് കോട്ടക്കൽ, യെസ്. ഷമീർ പെരുമ്പാവൂർ എറണാകുളം, യെസ്. ഈ KKD എന്ന് പറയുമ്പോൾ KKD എനിക്ക് വലിയ പരിചയമില്ല കേട്ടോ, അങ്ങനെ ഷോർട്ടായിട്ട്. എന്തായാലും യെസ്, വടകര സത്യൻ സാർ, വടകര. യെസ്, കോഴിക്കോട്, അങ്ങനെയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ദെൻ ഷമ്മാസ് കോഴിക്കോട്. ഓക്കെ, നൂർജാൻ ട്രിവാൻഡ്രം. ഒന്നുമില്ല, നമ്മുടെ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ ആളുകൾ, പുതിയ കമ്മ്യൂണിറ്റിയാണ്. പൊതുവെ ഞാൻ എൻ്റെ സംസാരത്തിൽ ഒരു ന്യൂട്രൽ സ്വഭാവം നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഏതായാലും കൂടുതൽ ഇനി വെച്ച് നീട്ടുന്നില്ല, എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു ഓവർ തിങ്കർ ആണ് കേട്ടോ. ഓവർ തിങ്കർ എന്ന് പറഞ്ഞാലേ, അതിന് ഇതിന്റെ ഒരു തുടക്കം തന്നെ പറയാം. ശരിക്കും ഓവർ തിങ്കിങ് ഈസ് നോട്ട് എ ബാഡ് തിങ്. അതൊരു മോശപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കിയ കുറെ ആളുകളുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ ഓവർ തിങ്കിങ്ങിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ യൂട്യൂബിൽ ചില വീഡിയോസ് ഒക്കെ കണ്ട സമയത്ത് അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതോടൊപ്പം തന്നെ അത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് നല്ല കാര്യമാവുന്നത്, എങ്ങനെയാണ് മോശം കാര്യമാവുന്നത് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പതിയെ പതിയെ ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതെ. ശരിക്ക് നമ്മൾ ഓവറായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തിനെ കുറിച്ചുള്ളതായിരിക്കും? ഓവറായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും, ഹാപ്പി ആയിരിക്കും, അല്ല സാഡ് ആയിരിക്കും? ഒന്ന് കമന്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ആക്കി ഒന്ന് പറഞ്ഞാലും മതി. ശരിക്കും നമ്മൾ ഇങ്ങനെ ഓവറായിട്ട് ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? സങ്കടത്തെ കുറിച്ചാണോ, അതല്ല സന്തോഷത്തെ കുറിച്ചാണോ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വോയിസിൽ പറയുക ചെയ്താൽ മതി. സാഡ്, തീർച്ചയായിട്ടും. അതായത് സങ്കടങ്ങളാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ആലോചിക്കുക, അല്ലേ? സാഡ് ആൻഡ് ഫ്യൂച്ചർ, യെസ്. ഫ്യൂച്ചറിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുമ്പോഴും നമ്മുടെ പേടിയാണ്, അല്ലേ? അതായത് ഒരു സന്തോഷമുള്ള ഓവർ തിങ്കിങ് അല്ല. നമ്മൾ സന്തോഷമുള്ള ഒരു കാര്യം ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ രസം? ഓ, അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും. ഭയങ്കര സന്തോഷമുള്ള കാര്യം നമ്മൾ ഓവർ തിങ്ക് ചെയ്യാറേ ഇല്ല. നമ്മളെപ്പോഴും സോ ഫോക്കസ്ഡ് ഓൺ ബാഡ് തിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മൾ ഇങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. ശരിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ബ്രെയിന് കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും, അതായത് നിരന്തരം ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ബ്രെയിനിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതിന് ഒരു ഒരു പ്രോബ്ലം കിട്ടണം, അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം ബ്രെയിനിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ, ഒരു സെറ്റ് നമ്മളെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറിച്ചായിരിക്കും നമ്മുടെ ചിന്തകളൊക്കെ. അതേസമയം നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച്, അതായത് ഗോൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹയർ ലെവലുള്ള സാധനം ഒന്നും ആവണമെന്നില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാൽ മതി. ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് അതിനെ കുറിച്ച്, അതിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് മൈൻഡ് എങ്ങനെ എങ്ങനെ ആക്റ്റീവ് ആയിക്കോളും. നമ്മളൊന്നും ചെയ്തില്ല എന്ന് വിചാരിക്കുക, നമുക്കൊരു ഗോളും ഇല്ല, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെറുതെ എങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിച്ചോളി. അപ്പൊ നമ്മളൊരു വീഡിയോ കാണുകയാണ്. വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖത്തെ കുറിച്ച് കണ്ടു, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ കുറിച്ച് കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, നമ്മുടെ തലച്ചോറ് ചിന്തിക്കാൻ തുടങ്ങും, എനിക്ക് ആ അസുഖം ഉണ്ടാവുമോ, എനിക്ക് ആ പ്രശ്നം ഉണ്ടാവുമോ? അതായത് നമ്മൾ നമുക്ക് വേണ്ടി, നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു 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 ഗോള് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രോബ്ലം നമ്മുടെ തലച്ചോറായിട്ട് കണ്ടെത്തും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളെ തലച്ചോറ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ശരിക്കും എന്തിനാ നമ്മൾ ചിന്തിക്കണത് എന്തിനാ ശരിക്ക്? നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനായിരിക്കും? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ചിന്തിക്കുന്നത് ശരിക്കും പരിഹാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലേ? യെസ്, ഫോർ സൊല്യൂഷൻ, യെസ്, തീർച്ചയായിട്ടും സൊല്യൂഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ ശരിക്കും ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ചിന്തിച്ച് ഒരു പരിഹാരത്തിലേക്കാണോ എത്താറുള്ളത്, അതല്ല ചിന്തിച്ച് ഒരു പ്രശ്നത്തിലേക്കാണോ എത്താറുള്ളത്? സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ച് പ്രശ്നത്തിലേക്ക് എത്താറാണ് പതിവ്. ഇതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം. ഓവർ തിങ്കിങ് ഈസ് നോട്ട് എ പ്രോബ്ലം. എപ്പോ നമ്മൾ ചിന്തിച്ച്
അതൊരു പരിഹാരത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല. നമ്മൾ ചിന്തിച്ച് 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 ആ പ്രശ്നം വീണ്ടും അതിന്റെ മേൽ വലിയ പ്രശ്നം, അതിന്റെ മേൽ വലിയ പ്രശ്നമായിട്ട് മാറുമ്പോൾ മാത്രമാണ് ശരിക്കും ഓവർ തിങ്കിങ് ഒരു പ്രശ്നമായിട്ട് മാറുന്നത് കേട്ടോ. അതായത് ഒരു മനുഷ്യന് കിട്ടാവുന്ന അല്ലെങ്കിൽ ഒരു ജീവിക്കുള്ള ഏറ്റവും മനോഹരമായ അബിലിറ്റിയാണ് ശരിക്കും തിങ്കിങ്. നമ്മളൊരു ഹ്യൂമൺ എന്നുള്ള നിലക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് രസമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും, അതിന്റെ വരും വരായികകളെ കുറിച്ച് ആലോചിക്കാൻ പറ്റും. അത് ഒരു മനുഷ്യന് കിട്ടിയ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അബിലിറ്റിയാണ് ശരിക്ക് ഈ തിങ്കിങ് എന്ന് പറയുന്നത്. ശരിക്ക് തിങ്കിങ്ങിനെ നമ്മൾ തടയാൻ പറ്റൂല. നമ്മളെ ഓവർ തിങ്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒറ്റയടിക്കാണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്കൊരു അന്തായി പോകും. അത് നമുക്ക് നമ്മുടെ കൂടുതൽ കൂടുതൽ നമ്മുടെ തലച്ചോറ് ഹീറ്റ് ആവുക എന്നല്ലാതെ അതിനെ തടയിടാൻ പറ്റൂല. നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാല് നമുക്കതിനൊന്ന് ഒരു അലൈൻ ചെയ്തെടുക്കുക, ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് ചൂല് പോലെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും ചൂല് ഓരോ ഈർക്കിൾ വെച്ച് 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 അതിങ്ങനെ കൂട്ടി പിടിക്കുമ്പോഴാണ് ശരിക്കും ശരിക്കും എല്ലാവരും ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരാം. അത് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ചൂല് നമ്മൾ ഇങ്ങനെ കയ്യിലെടുത്ത് ആ ചൂല് നമ്മൾ ഇങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മുറ്റം വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അതേസമയം ആ കെട്ട് പൊട്ടിയിട്ട് ആ ചൂലിലുള്ള ഈ ഇതൊക്കെ നിലത്ത് വീഴുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂല് തന്നെ സ്വയം ഒരു വേസ്റ്റ് ആയിട്ട് മാറുകയാണ്. എന്നുവെച്ചാൽ അത് ചിതറി കിടക്കുന്ന നേരത്തല്ല, അത് കൂട്ടിപ്പിടിച്ച് അതിനൊരു കെട്ട് കെട്ടി നമ്മൾ ഭദ്രാക്കി വെക്കുമ്പോൾ അതിങ്ങനെ അലൈൻ ചെയ്തെടുക്കുമ്പോഴാണ് ശരിക്ക് ആ ചൂലിന്റെ ഉപയോഗം നടക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ചിന്തകൾ നമ്മൾ ഒറ്റയടിക്ക് കണ്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല, ആ ചിന്തകൾ നമ്മളൊന്ന് അലൈൻ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റി കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. ഞാൻ ചിലപ്പോൾ ഇനി പറയാൻ വിട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് പറയാൻ കേട്ടോ. ഒരു പുസ്തകമുണ്ട്, ഡോണ്ട് ബിലീവ് എവറിതിങ് യു തിങ്ക് എന്ന് പറഞ്ഞിട്ട്, ജോസഫ് ന്യൂവനോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്. ഇതാണ് ഡോണ്ട് ബിലീവ് എവറിതിങ് യു തിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കേട്ടോ. അതേപോലെ തന്നെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് പിന്നെ ഏറെക്കുറെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, മറ്റതും കേട്ടിട്ടുണ്ടാകും. എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ലൈഫിൽ വായിച്ചു നോക്കണം. നമ്മുടെ തിങ്കിങ്ങിനെ കുറിച്ചും നമ്മുടെ തോട്ട് പ്രോസസ്സിനെ കുറിച്ചൊക്കെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാനും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നത്, നമ്മള് ഇപ്പൊ നേരത്തെ ഇതിൽ ഒരാള് ഷമീർ ആരോ ഒരാൾ ചോദിച്ചല്ലോ, ആരായിരുന്നു? യെസ്, സൈഫ് അല്ലെ? യെസ്. നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് തിങ് അല്ല. അതായത് നമ്മളിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നത് എല്ലാ പോസിബിലിറ്റീസും കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓവറായിട്ട് ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ, എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട്. ആ എക്സാമിന് ഞാൻ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ എക്സാമിന് എന്തൊക്കെ ചോദ്യങ്ങൾ വരും, അതുപോലെ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യാണ്. അതൊന്നൊരു മോശപ്പെട്ട കാര്യമല്ല. ഈ തിങ്കിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതില് നമ്മളെ എങ്ങനെ ഇപ്പോ പറയാം, പ്രശ്നത്തിലേക്ക് എത്തുന്ന തിങ്കിങ് ഉണ്ട്. പ്ലാനിങ്ങുകളൊന്നും ഈ ഓവർ തിങ്കിങ്ങിന്റെ പരിധിയിൽ പെടുന്ന സാധനമല്ല. കുറെ ആളുകൾ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാണ്. അതായത് ഒരു വിഷയത്തെ കുറിച്ച് നമ്മളൊരു മൈൻഡിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് അതിന്റെ എല്ലാ വശങ്ങളും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതൊരിക്കലും ഓവർ തിങ്കിങ് അല്ല. ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് ഞാൻ ഒന്ന് ക്ലിയർ ആക്കി തരാം. എന്ന് വെച്ചാൽ ഈ ഓവർ തിങ്കിങ് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മളെ ഒരു സൊല്യൂഷനിൽ എത്താതെ ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ മെന്റലി എത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഓവർ തിങ്കിങ്. അതായത് ഞാനിപ്പോ ഒരു ബസ്സിൽ കയറാൻ നിൽക്കുകയാണ്. ബസ്സിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ പ്ലാൻ ചെയ്യാണ്, ഞാൻ ഏത് ബസ്സിൽ കയറണം. എനിക്കിപ്പം വലിയ ബസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഭയങ്കര ക്രൗഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ നിൽക്കുക? അപ്പൊ നിൽക്കാൻ എനിക്ക് ഏതായാലും പ്രയാസമാണല്ലോ. അപ്പൊ ചെറിയ ബസ് വന്നു കഴിഞ്ഞാൽ അതിൽ സ്ഥലം ഉണ്ടാകും, സ്ലോയിലേ പോവുള്ളൂ. അത് പ്ലാനിങ് ആണ്. അതേസമയം ഞാൻ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഈ ബസ്സിലെങ്ങാനും കയറിയിട്ട് ആ ബസ് എങ്ങാനും എവിടെയും പോയി കണ്ടത് കൂട്ടിയിടിച്ചാലോ, ഞാൻ മരിച്ചു പോകൂലേ എന്ന് വിചാരിച്ചിട്ട് ബസ്സിൽ കയറാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഡെയിലി ലൈഫിനെ തന്നെ നമ്മുടെ ഈ തിങ്കിങ് നമ്മൾ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓവർ തിങ്കിങ് പ്രശ്നമാണ്. അതായത് ഇതിന് എപ്പോഴാണോ നമ്മളെ ഇത് ആങ്ഷ്യസ് ആക്കി മാറ്റുന്നത്, നമ്മുടെ ദൈനംദിന ചിട്ടകളെ, പ്രവർത്തനങ്ങളെ എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മളെ തിങ്കിങ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അപ്പോഴാണ് ശരിക്കും ഈ ഓവർ തിങ്കിങ് ഒരു പ്രോബ്ലം ആയിട്ട് മാറുന്നത്. അതുവരെ ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. എന്നുവെച്ചാല്
എങ്ങനെയൊക്കെയാണ് ഇതിനുള്ള കുറെ റീസൺസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചുള്ള റീസൺസ് പറഞ്ഞുതരാം. ഒന്നാമത്തത്, ഒന്ന് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയായിരിക്കാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നീന്തൽ അറിയാത്ത ഒരാളാണ്, അയാൾക്ക് ഒരു പൂളിൽ ഇറങ്ങാൻ, ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിൽ ഇറങ്ങാൻ അയാൾക്ക് പേടിയുണ്ട്. അയാൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അതെങ്ങാനും ഞാൻ എന്റെ കാല് തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ വീഴുപോലെ, വീണ് കഴിഞ്ഞാൽ മരിച്ചു പോലെ. അയാൾക്ക് അതിലെ പൂളിലന്ന് കാല് വെക്കാൻ പോലും പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ആ കാര്യത്തെക്കുറിച്ച് അറിവില്ലായ്മയാണ്. അപ്പൊ അയാൾ ആ പൂളിലൊന്ന് ഇറങ്ങി നോക്കി, അപ്പൊ അയാൾക്ക് കുഴപ്പമില്ല, അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന പാകത്തിലുള്ള വെള്ളം അതിൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അയാളെ സംബന്ധിച്ചിടത്തോളം ആ അറിവ് അവിടെ അയാൾക്ക് കിട്ടി. എന്ന് വെച്ചാൽ അറിവ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഓവർ തിങ്കിങ്ങിനുള്ള ഒരു ഇത് വരും, സാധ്യത വരും. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാല് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്കും നമ്മുടെ മനസ്സിങ്ങനെ തോന്നുകയാണ്, അതെങ്ങനെ തെറ്റിപ്പോയാലോ. ക്ലാസ്സിലൊരിക്കല് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. പറഞ്ഞ് അതിനെക്കുറിച്ച് വിശദീകരിച്ച്, ആ വിശദീകരണമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ആ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ കൂട്ടത്തിലുള്ള ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, അത് എനിക്ക് അറിയൂല. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ സംശയം ഉണ്ടായിരുന്നു? അപ്പൊ അയാൾ പറഞ്ഞു, അത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്താ ചോദിക്കാനും? അത് ഞാൻ ചോദിച്ചാൽ തെറ്റിപ്പോയാലോ എന്ന് പേടിച്ചിട്ടാ. അതായത് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവോ എന്നുള്ള പേടി കൊണ്ട് നമുക്ക് ഓവർ തിങ്കിങ് വരും. അതിനുള്ള റീസൺസും വേറെ കുറെ ഉണ്ട് കേട്ടോ. മറ്റൊന്ന്, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കും. അതായത് ഇപ്പൊ ഒരു യാത്ര പോവാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് അതിന്റെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒക്കെ എന്റെ കൺട്രോളിൽ ഉണ്ടോ കൺട്രോളിൽ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, അതില് നമ്മൾ കൂടുതലായിട്ട് ഇതിങ്ങനെ കോൺസ്റ്റന്റ്ലി അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്ന്, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ പാസ്റ്റിലുള്ള കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കേട്ടോ. അതായത് ഇമോഷണലി സേഫായി ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ എല്ലാ ഓവർ തിങ്കിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ്. അതായത് ഒരാളെ നമ്മൾ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടണം എന്നുണ്ടെങ്കിൽ, ഒരു കാര്യത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കണം എന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ആയിട്ട് പാസ്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ടോ, ഉറപ്പായിട്ടും നമ്മൾ ഓവർ തിങ്കിങ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നിരന്തരം വന്നുകൊണ്ടിരിക്കും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ടായിരുന്നു. അതായത് ഒരു ക്ലാസ്സിൽ സാറ് വന്നിട്ട് നോട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒറ്റക്ക് നോട്ട് എഴുതിയിട്ട് അതിങ്ങനെ കാണിച്ചു കൊടുത്തത് നോക്കിയിട്ട് സാറിന്റെ പുറത്തേക്ക് അടിച്ചിട്ട് പറഞ്ഞൊരു ഒരു വാക്കുണ്ട്. അതായത് കോപ്പി അടിച്ച് എഴുതുകയാണെങ്കിൽ ഒറ്റയ്ക്ക് തെറ്റാതെ എഴുതാൻ പഠിക്കണം കേട്ടോ. ആ ഒരു സംഭവത്തിന്റെ ശേഷം എൻ്റെ സ്കൂൾ കാലഘട്ടം കഴിയുന്നത് വരെ സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസമായിരുന്നു. ഒരു വർക്ക് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വരും വരായികകളെ കുറിച്ച് ആലോചിക്കും. അവസാനം ഞാനത് ചെയ്യാതിരിക്കും. എന്നിട്ട് ഞാൻ വേറെ ആരെങ്കിലും ഒരാളുടെ നോട്ട് സ്കൂളിൽ എത്തിയിട്ട് വാങ്ങിയിട്ട് നോക്കി എഴുതും. എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു ട്രോമ അവിടെ കിടക്കുന്നുണ്ട്. ആ ട്രോമയിലൂടെ ഞാനല്ലാതായി തീർന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓവർ തിങ്കിങ് പ്രീവിയസ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് കുട്ടികളെ ഇടയിൽ നിന്ന് ഒരുത്ത എണീറ്റ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് ചിലപ്പം നമ്മളെ ടീച്ചർ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ നമ്മളൊന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കതൊരു ട്രോമ ആയിട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നമ്മൾ ആ കാര്യം ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ആ ചിന്ത വരാൻ തുടങ്ങും, തോട്ട് വരാൻ തുടങ്ങും. ഞാൻ ചോദിച്ചാൽ തെറ്റിപ്പോയാലോ, അത് അങ്ങനെ ആയാലോ. അതായത് നമ്മൾ അവസാനം ആ കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ എത്തും. അതേപോലെ ഇപ്പോ ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരാളെ നമ്മൾ വിശ്വസിച്ച് കൂടെ പോയിട്ട് അയാള് നമ്മളോട് തെറ്റായ രൂപത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാളായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഓരോ കാര്യത്തിലുണ്ടോ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് വോയിസ് ഓപ്പൺ ആക്കിയിട്ടൊന്ന് പറയുക, അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ചെയ്യട്ടോ. ശരിക്കും ആർക്കാണ് ഓവർ തിങ്കിങ് കൂടുതലുള്ളത്? സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഓവർ തിങ്കിങ് കൂടുതലുള്ളത്?
അല്ല, ആരെങ്കിലും ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. മെൻ, ഫീമെയിൽ, ഓക്കെ, വിമൺ. ഏതായാലും നമുക്ക് കൂടുതൽ അഭിപ്രായം ആരുതാന്ന് നോക്കാം. ലേഡീസ് ആകും. യെസ്, ഓഫ് കോഴ്സ് ലേഡീസിനാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. യെസ്. എന്താന്ന് വെച്ചാല് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് ആയിരിക്കും നമ്മളൊക്കെ പ്രവർത്തിക്കുക. നേരെ ചെയ്യണം. ഒരു കാര്യം പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ അതിനൊരു പ്രോബ്ലം കാണാം. അപ്പം വൈഫ് ഇങ്ങനെ വന്നിട്ട് നമ്മളോട് ഒരു സങ്കടം പറയാണ്. സങ്കടം പറയുന്ന നേരത്ത് ഇതിങ്ങനെ കേട്ടിട്ട് പൊതുവെ ആണുങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനിപ്പോ എന്താ കുഴപ്പം, ഇങ്ങനെ ചെയ്താൽ പോരെ, അങ്ങനെ ചെയ്താൽ പോരെ. സ്വാഭാവികമായിട്ട് മിക്കവാറും പെണ്ണുക്ക് ദേഷ്യം വരും. കാരണം അവർക്ക് വേണ്ടത് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ ഇമോഷണലി കൂടുതലായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകൾ ലേഡീസ് ആണ്. അതുകൊണ്ട് അവര് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഓക്കെ, അപ്പോ എന്ന് വെച്ചാല് കൂടുതലായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മോശം കാര്യമാണെന്നല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ മറ്റേ നമ്മൾ തമാശക്കൊക്കെ പറയാറുണ്ടല്ലോ, പുരുഷന്മാരെക്കാൾ ആപേക്ഷികമായിട്ട് സ്ത്രീകൾക്ക് ആയുസ് കൂടാനുള്ള ഒരു കാരണം അത് തന്നെയായിരിക്കും. എല്ലാ കാര്യത്തെ കുറിച്ചും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളായിട്ടായിരിക്കും. എന്തായാലും ശരിക്ക് നമുക്കൊരു ഓവർ തിങ്കിങ് ഉണ്ടോ എന്ന് സെൽഫ് ചെക്ക് ചെയ്യാനുള്ള കുറച്ച് മാർഗങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഒന്ന്, ശരിക്കും നമുക്കൊരു പാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തോ ഉണ്ട്, കഴിഞ്ഞു പോയ എന്തോ ഒരു കാര്യമുണ്ട്. അതിങ്ങനെ എപ്പോഴും മനസ്സിൽ ആലോചിച്ച് അതിന് വേറൊരു രൂപത്തിൽ ഇങ്ങനെ ചിന്തിച്ച് അത് ഇങ്ങനെ നടക്കുന്ന സ്വഭാവം ഉണ്ടോ എന്ന് ഒന്ന് നോക്കുക. അതായത് ഒരു കാര്യം കഴിഞ്ഞു പോയിന്, പക്ഷെ അതന്നെ മനസ്സിൽ വീണ്ടും 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 ഇങ്ങനെ ആലോചിച്ച്, ഞാനത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ. ഇത് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരാള് നമ്മളോട് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു. അത് കഴിഞ്ഞു പോയി കുളിക്കണ നേരത്തേക്ക് അത് പറഞ്ഞാൽ മതിയേനി, അപ്പം പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള തോന്നലുണ്ടാകും. എന്നിട്ട് അതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കും. ഞാൻ പറഞ്ഞില്ലല്ലോ, അതങ്ങനെ പറഞ്ഞു, എന്റെ മൂത്ത് നോക്കി എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ഇത് പറഞ്ഞാൽ മതി, നല്ല പോയിന്റ് ആയിരുന്നു കേട്ടോ ഒക്കെ പിന്നെ തോന്നുന്നുണ്ടാകും. പക്ഷെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് 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 നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഒരു ഓവർ തിങ്കിങ്ങിനുള്ള ഒരു റീസൺ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സെൽഫ് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം പറയുന്നത്. മറ്റൊന്ന്, അങ്ങനെ സംഭവിച്ചാല് അല്ലെങ്കിൽ ഇങ്ങനെ ആയാല് എങ്ങനെ ആവും എന്നുള്ളത് ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും കോൺസ്റ്റന്റ്ലി നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. മറ്റൊന്ന്, ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും തീരുമാനം എടുക്കാൻ വലിയ പ്രയാസമുള്ള ഒരു സാഹചര്യം. ഒരു ഉദാഹരണം പറയാം, ഡ്രസ്സ് എടുക്കാൻ പോയി അവിടുന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഡ്രസ്സ് നമ്മൾ കണ്ടു, ഇഷ്ടപ്പെട്ടിട്ടും നമുക്കത് എടുക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറാവണില്ല. നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, അത് ഞാൻ മറ്റെടുത്ത് മറിച്ചെടുത്ത് ഇങ്ങനെ ഇങ്ങനെ നിരന്തരം. അതായത് ഞാൻ ഈ പറയുന്നത് നമ്മുടെ അടുത്ത് കളർ ഉണ്ടോ ഇല്ലേ എന്നുള്ള ആലോചിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ. നമ്മൾ ഇതില് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓവർ തിങ്കിങ്ങിനുള്ള ഒരു സൂചനയാവാം. മറ്റൊന്ന്, ഇതൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ ഉറക്കം വരെ നഷ്ടപ്പെടുന്നുണ്ട്, മെന്റലി ഭയങ്കര ടയേർഡാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെ ബ്രെയിന് നിരന്തരമായിട്ട് ഒരു പ്രോബ്ലത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് 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 നമുക്ക് ഒരു പണിയും ചെയ്യാതെ തന്നെ, നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, കൂടുതലായിട്ട് നമ്മളൊന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും, ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ മെന്റലി ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു കോമൺ സയൻസ് ആണ് ഞാനിപ്പം പറഞ്ഞത് കേട്ടോ. ഒരു 4-5 കാര്യങ്ങൾ ഞാനിപ്പം പറഞ്ഞു, ഇതൊക്കെ ഒരു കോമൺ സയൻസ് ആണ്. അതായത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഓവർ തിങ്കിങ്ങുള്ള ആളായിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇത് പറയാൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആളുമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത്തരം പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിർബന്ധമായിട്ടും തേടണം. അവരോട് തേടി അവർക്ക് അതിനുള്ള ടൂളും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ഉണ്ടാകും. കൃത്യമായിട്ട് അത് ചെയ്യാൻ ഉള്ള കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരികയും ചെയ്യും. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന നേരത്ത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഏരിയ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മൈൻഡിൽ ഭയങ്കരമായിട്ട് പ്രോബ്ലം വരിക. എന്ന് വെച്ചാൽ അതിങ്ങനെ ഭയങ്കര ഭാരമായിട്ട് തീരും. അതേസമയം ഒരു ഇന്റലക്ച്വൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം വന്നു, അതിനെ പരിഹരിക്കാവുന്ന രൂപത്തിലേക്ക് നമ്മളെ മൈൻഡിനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പോ എനിക്കൊരു ഒരു ഒരു കാര്യമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ആ പ്രശ്നം എന്തുകൊണ്ട് വന്നു, അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള രൂപത്തിൽ ഇന്റലക്ച്വൽ ആയിട്ട് ഞാൻ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ഉണ്ടാകൂല. ഞാൻ എന്തായാലും സ്വാഭാവികമായിട്ടും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഉറക്കം എനിക്ക് നന്നായിട്ട് ഉറങ്ങാനും പറ്റും. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുക? ഞാൻ 3 ഘട്ടങ്ങളിലൂടെ ആയിട്ട് പോയിട്ടുള്ളത്. ഒന്ന്, എന്താണ് ഓവർ തിങ്കിങ് എന്നുള്ളത്. മറ്റൊന്ന്, ഓവർ തിങ്കിങ് ചെക്ക് ചെയ്യാനുള്ള വരാനുള്ള കാരണങ്ങൾ. മറ്റൊന്ന്, ഇനി ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യാം. നമ്മൾ പ്രോബ്ലം പറഞ്ഞു, അതിനുള്ള റീസൺസും പറഞ്ഞു. ഇനി ഇതിനുള്ള ഒരു സൊല്യൂഷൻ വേണമല്ലോ. ഇതും കൂടി പറഞ്ഞിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ഇതെന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ സെഷനിൽ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞതായിരുന്നു, നമുക്ക് ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൂടെ എന്നുള്ളത്. ഞാനിത് ഇനി അവസാനത്തിൽ പറയാൻ വിട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാണ്. നമുക്ക് അടുത്ത സെക്ഷനിൽ ഇതെങ്ങനെ കൂടുതലായിട്ട് ഞാൻ ഈ രൂപത്തിൽ പറഞ്ഞു പോകാനുള്ള കാരണം, ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് കേൾക്കണം എന്ന ആഗ്രഹമുള്ള വിഷയങ്ങൾ, ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഇതിൽ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പറ്റുന്ന ഒരു ടോപ്പിക് എടുത്തിട്ടായിരിക്കും അടുത്ത ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുക. രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പറ്റണം. അതിന് പഠിക്കാൻ പറ്റട്ടെ. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് ചെയ്യാം? ഇതിൽ ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് തോന്നുന്ന ആളുകൾ ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടുമോ? നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് സ്വയം തോന്നുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ്സോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഇട്ടാൽ മതി. ആരും ഇല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ നോന്ന് ഇടുക കേട്ടോ. നിങ്ങൾക്ക് ഓവർ തിങ്കിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോന്ന് ഇടുക. ഓക്കെ, ഒന്ന് ഇടി മനുഷ്യന്മാരെ, എത്ര നേരം ഇങ്ങനെ കേട്ടിരുന്നിട്ട്. യെസ്, നോ, യെസ്, യെസ്. ആങ്സൈറ്റി, ഓവർ തിങ്കിങ് കണക്റ്റഡ് ആണ്. അത് ഞാൻ പറയാം കേട്ടോ, ഞാൻ പറയാം. ഓക്കെ, യെസ്. അതായത് കുറെ ആളുകളുണ്ട് ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ സയൻസ് ഒക്കെ ശരിക്കും ആലോചിച്ച് നോക്കുക. അതായത് ഓവർ തിങ്കിങ് നിങ്ങളെ ഉറങ്ങാൻ പോലും പറ്റാത്ത രൂപത്തിൽ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അതിനുള്ള ബ്രേക്ക് ചെയ്യാനുള്ള സൊല്യൂഷൻസ് കൂടി ഞാൻ പറയാം. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് അവനവൻ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇതിന് മെറ്റാകോഗ്നിറ്റീവ് എബിലിറ്റി എന്ന് പറയും. അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. മെറ്റാകോഗ്നിറ്റീവ് എബിലിറ്റി എന്ന് വെച്ചാൽ നമ്മളെ ചിന്തയെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഓവറായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിനോട് തന്നെ പറയാ, ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമ്മളോട് പറയണം കേട്ടോ. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണം. ഇതാ ഓവർ തിങ്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്, ഇതാ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവിടെ ഇപ്പൊ സ്വന്തം വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോ കുറച്ച് നേരം വൈകി, എന്തൊക്കെയായിരിക്കും അമ്മായിമ്മ പറയാൻ പോണത്, അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ ബോസ് എന്താണ് പറയാൻ പോണത്, ഇതിങ്ങനെ മൈൻഡിൽ കടന്ന് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി ഓരോന്നിങ്ങനെ വരുമ്പോ നമ്മൾ നമ്മളെ മൈൻഡിനോട് പറയാ, ഇതാ ഓവർ തിങ്കിങ് ഇത് തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് നോക്കുക കേട്ടോ എന്ന് നമ്മൾ നമ്മളോട് പറയാം. നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ സംസാരിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളെ മൈൻഡിൽ ഇപ്പം കുറെ ചിന്തകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണില്ലേ? ജസ്റ്റ് ഇപ്പൊ ആരും ഇപ്പം വീഡിയോ ഒന്നും ഓൺ ആക്കിയിട്ടില്ലല്ലോ. എല്ലാവരും ഒന്ന് കണ്ണുകളൊന്ന് ക്ലോസ് ചെയ്യുക കേട്ടോ. ഓക്കെ, കണ്ണുകൾ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് ചിന്തിക്കുന്നത്? ആ ചിന്തയെ കുറിച്ച് ചിന്തിക്കുക. ആ ചിന്ത എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. കുറച്ചു നേരം ഇങ്ങനെ നമ്മൾ ചിന്തയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് സൈലന്റ് ആയിട്ട് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് നോക്കുക, എന്താണ് ഇപ്പൊ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ചിന്ത എവിടെ നിന്നാണ് വരുന്നത്. കുറച്ചു നേരം ഇങ്ങനെ കഴിയുമ്പോഴേ നമുക്കൊന്നും ചിന്തിക്കാണ്ടാവില്ല. അവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയി തീർന്നിട്ടുണ്ടാകും. ആ ചിന്ത എവിടുന്നാ വരുന്നത് എന്ന് ഇങ്ങനെ നമ്മൾ പതിയെ പതിയെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റിൽനെസ് ഫീൽ ചെയ്യും നമുക്ക്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അവിടെ. അപ്പം നമ്മൾ നമ്മളെ ചിന്തയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാല് നമ്മുടെ മൈൻഡ് അവിടെ സ്റ്റില്ലായി നിൽക്കും. ഒന്നുമില്ല അവിടെ, അവിടെ ഫ്രഷ് ആണ്. അതായത് മെന്റൽ സ്റ്റിൽനെസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതിനെ കുറിച്ച്. അത് നമ്മൾ നമ്മുടെ ചിന്തയെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് തന്നെ ആലോചിക്കാൻ തുടങ്ങും, ഇപ്പൊ ഏതാണ് ചിന്തിക്കണത്, ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ എന്നുള്ള നിലക്ക് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും കേട്ടോ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയം വരുമ്പോഴേക്കും ഓവർ തിങ്കിങ് ഉണ്ട് എന്നുള്ളത് സ്വയം ഒന്ന് അവെയർ ആവുക എന്നുള്ളതാണ്. മറ്റൊന്ന്,
നമ്മളിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരിക. അതിനൊരു ഗ്രൗണ്ടിങ് മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സംഗതിയാണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അതായത് 5 4 3 2 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ 5 കാര്യങ്ങൾ. നമ്മൾ ഗ്രൗണ്ടിങ് മെത്തേഡ്, നമ്മളൊരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ, അതായത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു 5 കാര്യങ്ങൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ ഞാൻ എന്റെ റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്കിപ്പോ എന്റെ മേശപ്പുറത്ത് പേനയുണ്ട്, ഇവിടെ ലാപ്ടോപ്പ് ഉണ്ട്, ഒരു പുസ്തകമുണ്ട്, അതേപോലെ തന്നെ അവിടെ എന്റെ ബൈക്കിന്റെ കീ ഉണ്ട്, ഞാൻ മുടി വാരുന്ന ചീപ്പുണ്ട്. 5 കാര്യങ്ങൾ എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ. അത് 4 കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. എന്തൊക്കെ സൗണ്ടുകളാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നത്? അപ്പൊ ക്ലോക്ക് ഇങ്ങനെ ടിക്ക് ചെയ്യുന്ന സൗണ്ട് ഉണ്ട്. അതേപോലെ ഇവിടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഈ AC വർക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. താഴത്തു നിന്ന് എന്തോ ഒരു സൗണ്ട്, ആരോ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ സംസാരിക്കുന്ന സൗണ്ട് തന്നെ എനിക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിപ്പം തൊടാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ ഉള്ളത്, കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ. ഇപ്പം പേന, അതേപോലെ തന്നെ എന്റെ പുസ്തകം, എന്റെ നെഞ്ച്, ഇങ്ങനെ നമുക്ക് തൊടാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. ആൻഡ് ദെൻ 2 കാര്യങ്ങൾ, നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. ഇപ്പൊ ഒന്നും സ്മെൽ ചെയ്യാനില്ല, എന്നാൽ അവനവനെ സ്മെൽ ചെയ്യാം, ഒന്ന് സ്മെൽ ചെയ്യാം. അതേപോലെ തന്നെ വേറെ നമ്മുടെ മുന്നിലുള്ള എന്തെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്യാം. ഇങ്ങനെ സ്മെൽ ചെയ്ത് അതോടൊപ്പം തന്നെ ഒരു കാര്യം ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, രുചി. നമുക്ക് എന്തെങ്കിലും ഒന്ന് രുചിച്ച് നോക്കുക. ഇനി ഒന്നും രുചിക്കാനില്ലെങ്കിൽ ഉമിനീരിന്റെ രുചി എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഗ്രൗണ്ടിങ് മെത്തേഡ് എന്നതിന് പറയും. ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. നിങ്ങളിത് ഇപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ സില്ലി ആയിട്ട് തോന്നുമെങ്കിലും വല്ലാതൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഭയങ്കര എഫക്റ്റീവ് ആണ് ഈ സാധനം കേട്ടോ, ഗ്രൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നതിന്. മറ്റൊന്ന്, സെൽഫ് ടോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ബ്രെയിനുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് നിരന്തരം നമുക്ക് അതിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബ്രെയിനിനോട് നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, അതിപ്പോ ഒരു പ്രശ്നമാണോ? അങ്ങനെ വല്ലാതെ അങ്ങനെ പോകുന്ന സമയത്ത് മറ്റേ ഹാഷിർ ഉണ്ടല്ലോ, മറ്റേ നമ്മളെ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഹാഷിർ പറയുന്നുണ്ടല്ലോ, എടാ ഈ അങ്ങ് പോവല്ലോ, ഭൂമിയിൽ നിൽക്കുന്നു പറയുന്നുണ്ടല്ലോ. എന്നതുപോലെ ഈ എന്തിനത് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? എനിക്ക് ഇത്ര തോന്നെ പ്രോബ്ലംസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല, എനിക്ക് അതിനൊരു പോസിറ്റീവ് വശം കാണിച്ചുകൊണ്ടാണ്. സെൽഫ് ടോക്ക്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സെൽഫ് ലവിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ ഈ സെൽഫ് ടോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എക്സ്പീരിയൻസ് അതിന്റെ എക്സ്ട്രീം ലെവലിൽ ചെയ്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. നമുക്ക് നമ്മളോട് തന്നെ ഇങ്ങനെ വല്ലാത്ത ഇഷ്ടം തോന്നുക. ഇടയ്ക്ക് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക, ഓക്കെ ആണ് കേട്ടോ എന്ന് പറയുക. കാരണം എന്താണെന്നറിയോ? നമുക്ക് നമ്മളെ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പടച്ചോനെ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഒരു പടച്ചോനുണ്ടല്ലോ, ആ പടച്ചോന് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ദൈവവിശ്വാസി ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. ദൈവവിശ്വാസി അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രപഞ്ചം നിങ്ങൾ എന്തിനാണോ വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കുന്ന ഒരു ശക്തി, അതിന് നമ്മളോട് ഭയങ്കര ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് പടച്ചോന് പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മളൊരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ഭയങ്കര വെറീഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഒരു കാര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പടച്ചോൻ വിചാരിച്ചാല് പടച്ചോൻ അതിനോട് പറയും കുൻ, ഈ ഉണ്ടാവിട്ടോ എന്ന് പറയും, ഫയക്കൂനും, അപ്പൊ അത് ഉണ്ടാവുന്ന. എന്ന് വെച്ചാല് പടച്ചോൻ അത് പടക്കാതെ അത് ഉണ്ടാകൂല. പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പറയാവുന്നത് എന്തിനാ? മറ്റേത് പറയാറുണ്ടല്ലോ, ഡു യു ഹാവ് എ പ്രോബ്ലം? യെസ്. ഡു യു ഹാവ് എ സൊല്യൂഷൻ? യെസ്. ദെൻ വൈ ആർ യു വറിയിങ്? ഡു യു ഹാവ് എ പ്രോബ്ലം? യെസ്. ഡു യു ഹാവ് എ സൊല്യൂഷൻ? നോ. ദെൻ വൈ ആർ യു വറിയിങ്? നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ, അതായത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിലും, കുന്നോളം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അത് കുന്നിക്കുരോളമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നിങ്ങളെ പടച്ചോന് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് പടച്ചോനെ എനിക്കൊരു പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നതിന് പകരം പ്രശ്നമേ എനിക്കൊരു പടച്ചോൻ ഉണ്ട് എന്നുള്ള ലെവലിലേക്ക് പടച്ചോനോടുള്ള ഒരു വിശ്വാസം നമ്മളിൽ വളർന്നു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട സ്റ്റെപ്പുകളൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒറ്റയടിക്ക് അവിടെ പ്രോബ്ലം സോൾവ് ആകും. ഞാനത് പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. പടച്ചോൻ ഭയങ്കര പാവാണ്. നിങ്ങളോട് ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയൂല. നമ്മള് പടച്ചോനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ച്, ദൈവം അങ്ങനെ ഓരോ ഇതിൽ പറയുന്ന നേരത്തൊക്കെ ഒരു ഭയങ്കര സംഭവമായിട്ട് കാണാതെ പടച്ചോൻ ഭയങ്കര പാവാണ്.
എന്തൊരു സ്നേഹം അറിയോ നമ്മളോട്. അതായത് നിങ്ങൾ എത്രത്തോളം തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾക്ക് പൊറുക്കാൻ കഴിയാത്ത, സ്വന്തത്തോട് പോലും വെറുപ്പ് തോന്നുന്ന അത്രത്തോളം തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പടച്ചോൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. എന്താ പറയണെന്നറിയോ? റസൂലിനോട് പടച്ചോൻ പറയുന്ന ഒരു വാക്കുണ്ട്. ഫൈദാ സാലക ഇബാദി അന്നി, എന്നെ കുറിച്ച് എന്റെ അടിമകൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഫൈന്നി കരീബ്, ഞാൻ ഓരോ കൂടെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് അവരോട് പറഞ്ഞാളി. പറഞ്ഞാളി എന്ന് പോലും പടച്ചോൻ പറയുന്നില്ലേ. ബാക്കിയുള്ള എല്ലാ ഖുറാന്റെ ഒരു 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 സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. ആ സ്ട്രക്ചറിൽ ഇങ്ങനെ പറയുന്നത്, പ്രവാചകരോട് ഇങ്ങനെ അഭിസംബോധന ചെയ്തിട്ട് പടച്ചോൻ പറയുന്ന വാക്കുകളുണ്ട്. അവർ ഇന്ന കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ കുൽ നബി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെടുത്താളി എന്നൊക്കെ പറഞ്ഞ് ഖുറാൻ ആ ഒരു 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 ഖുറാന്റെ ഒരു ശൈലി ബ്രേക്ക് ചെയ്ത ഒരൊറ്റ സ്ഥലത്താണ് അത് ഇങ്ങനെ പറയണത്. ഫൈദാ സാലക ഇബാദി അന്നി, നബിയെ അവര് എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് കുൽ എന്നുള്ള വാക്ക് പോലും പഠിച്ച ഉപയോഗിച്ചിട്ടില്ല. പറഞ്ഞ എന്താണെന്നറിയോ? ഫൈനി കരീം, ഞാൻ അവരെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അതായത് അവിടെ കുൽ എന്നൊരു വാക്കിന്റെ പോലും സ്പേസ് നമ്മുടെയും പടച്ചവന്റെ ഇടയിലില്ല. അതാ പടച്ചവൻ നമുക്ക് ഇങ്ങനെ അടുത്ത് നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. തെറ്റുകൾ ചെയ്യുമ്പോൾ പടച്ചവൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓൻ ഇതിന് എന്തായാലും ആ കുറ്റബോധം മനസ്സിലുണ്ടാവുമല്ലോ, പുറത്തു തരാൻ പടച്ചവൻ കാത്തു നിൽക്കുകയാണ്. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ അത്ര വലിയ സന്തോഷത്തോടെ പടച്ചവൻ നമുക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് തരികയാണ്. ഇങ്ങനൊക്കെ ഉണ്ടായിരിക്കെ നമ്മൾ പിന്നെ എന്തിനാ വറി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്തിനാ അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് പടച്ചോൻ പറയുന്ന ഒരു വാക്ക് കൂടി ഉണ്ട്, ലാ തക്കുനൂത്തു മിർ റഹ്മത്തില്ല, പടച്ചോന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് കേട്ടോ. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, അല്ലെ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹലഹ, ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിലധികം പടച്ചോൻ തരൂല. നമ്മളിങ്ങനെ പറയാറുണ്ട്, സഹിക്കാൻ കഴിയാത്ത വേദന പറയാറുണ്ട്. എങ്ങനെയത് പറയണത്? ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മൾ പറയണത് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് കേട്ടോ എന്ന്. സഹിക്കാൻ കഴിയാത്തതൊന്നും പഠിച്ചു നമുക്ക് തരൂല. പ്രശ്നങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അങ്ങനെ കാട് കയറി പോണ സമയത്ത് ഒറ്റവട്ടം ഒന്ന് പറയാ, എനിക്ക് എന്റെ പഠിച്ചോന്നിട്ട് കേട്ടോ എന്ന് ഒറ്റക്ക് മനസ്സിനോടൊന്ന് പറഞ്ഞു നോക്കി, ഭയങ്കര രസമാണ്. അപ്പം പടച്ചോൻ നമ്മളെ കൂടുള്ള പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. പടച്ചോൻ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഫീല് കിട്ടും. തക്ബീർ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത്, നിസ്കരിക്കാണ്ട് തക്ബീർ ചെല്ലുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തക്ബീർ കെട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന നേരത്ത് ആ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പടച്ചോൻ ഉണ്ട് എന്നുള്ളത് ഇങ്ങനാണ്ട് മനസ്സിൽ ആലോചിച്ചാൽ മതി. എന്നാ പിന്നെ ബാക്കിയുള്ള ഓവർ തിങ്കിങ് ഒക്കെ അവിടെ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ആകും. ആ പ്രശ്നമൊക്കെ കണ്ട് വരുമ്പം പ്രശ്നത്തോട് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, പ്രശ്നമേ എനിക്കൊരു പടച്ചോനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. അവിടെ തീരാത്ത ഓവർ തിങ്കിങ് ഇല്ല. മറ്റൊന്ന്, ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിനുള്ള കുറെ സ്റ്റെപ്പുകൾ പറയണല്ലോ. മറ്റൊന്ന്, നമുക്ക് ഒരു വെറി ടൈം സെറ്റ് ചെയ്യാം. ഒരു ഓവർ തിങ്കിങ്ങിനുള്ള ഒരു വല്ലാതെ ഇങ്ങനെ എപ്പോഴും നമ്മളെ ചിന്തകൾ ഇങ്ങനെ വല്ലാതെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് മനസ്സിലൊന്ന് ആലോചിക്കുക. അപ്പൊ ഒരു ടൈം സെറ്റ് ചെയ്യുക. ഞാൻ രാത്രി ഒരു ഒരു 8 മണി മുതൽ 9 മണി വരെ, ആ സമയത്താണ് എൻ്റെ എല്ലാ എന്തായാലും പറയാ ഓവർ തിങ്കിങ്ങിനുള്ള ടൈം. ആ സമയത്താണ് സെറ്റ് ചെയ്യുക. കേൾക്കുമ്പോൾ ഭയങ്കര നിസ്സാരമായിട്ട് തോന്നും, സില്ലി ആയിട്ട് തോന്നും, അതൊക്കെ എങ്ങനെ പറ്റുമോ എന്നൊക്കെ തോന്നും. കുറച്ച് പ്രാവശ്യം അതൊന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ചെയ്ത് കുറച്ച് മുമ്പ് ഞാനത് എവിടുന്നോ ഒരിക്കൽ കേട്ടിട്ട് ഞാനത് ചെയ്ത് പ്രാക്ടിക്കലി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇൻഷാ അള്ളാ അതിനെ കുറിച്ച് ഞാൻ ആ സമയത്ത് ചിന്തിക്കട്ടോ എന്ന് പറഞ്ഞാണ്ട് ഞാൻ, അതായത് അവിടെ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ തന്നെ എന്റെ ബ്രെയിനോട് പറയും, പ്രശ്നം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ ഇന്ന സമയത്ത് അതിനെ കുറിച്ച് ആലോചിച്ചോളൂ കേട്ടോ എന്ന് പറയും. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി മറ്റുള്ള കാര്യങ്ങളിലേക്ക് എന്റെ ഫോക്കസ് പോവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ തോട്ടുകൾ ഒന്ന് ടാഗ് ചെയ്യാം. ഒരു നെഗറ്റീവ് തോട്ട് ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ അതിനൊരു ഒരു ഒരു പിൻ ചെയ്താണ്ട് അതിന്റെ മേലെ ഇങ്ങനെ, അതിന്റെ തലന്റെ മേലെ ഒരു ടാഗ് ചെയ്യുന്നത് പോലെ ഒരു കുത്തിട്ടേക്കുക, ഇത് നെഗറ്റീവ് തോട്ടാണ്. മറ്റൊന്ന് എന്താണ്, ഇത് ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് എനിക്കൊരു മോട്ടിവേഷൻ നൽകുന്ന തോട്ടാണല്ലോ. ഇങ്ങനെ ഓരോ പ്രശ്നം നമ്മൾ ഇങ്ങനെ ടാഗ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ നമുക്കൊരു തെറ്റ് ചെയ്യാൻ തോന്നുന്നു, ഒരു നെഗറ്റീവ് ചിന്ത വരികയാണ്. നമ്മൾ റൂമിന്റെ ഉള്ളിൽ ഒറ്റക്കാണ്, ആ സമയത്ത് മൊബൈൽ ഉണ്ട്, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, ഒരു ഫോൺ വീഡിയോ കാണുക, അല്ലെങ്കിൽ അതുപോലുള്ള എന്തോ ഒരു തെറ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്ന നേരത്ത് അപ്പൊ അതിനെ ടാഗ് ചെയ്യാം. ഒരു ഇന്ന തെറ്റിലേക്ക് നയിക്കുന്ന ഒരു തോട്ടാണല്ലോ ഇത് എന്നുള്ളത് ടാഗ് ചെയ്യാം. അതിങ്ങനെ ടാഗ് ചെയ്തൊന്ന് ശീലാക്കി നോക്കേണ്ടി നമ്മുടെ ചിന്തിക്കുന്ന ഒരു സ്റ്റൈല് തന്നെ മാറിപ്പോകും. നമുക്കത് ഒരു പ്രശ്നം വരുമ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് ആ ചിന്തകളെ നമുക്ക് ഓവർകം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയുന്നത്, എങ്ങനെ നമുക്കൊരു ഇതിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക്
എഴുതി വെക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ രൂപത്തിൽ എഴുതി വെക്കുക. ഇപ്പൊ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലം ഇപ്പൊ എന്നോട് ഒരാള്, ഇപ്പൊ സത്യൻ സാർ എന്നോട് ദേഷ്യപ്പെട്ടു. സത്യൻ സാർ എന്നോട് എന്തോ ഒരു വിഷയത്തിൽ എന്ത് ക്ലാസ് അത് ഒരു ഫ്രീ സെഷൻ എന്ന് പറഞ്ഞാണ്ട് ഒരു ജയിലും കോലില്ലാത്ത ഒരു ക്ലാസ് എടുത്താണ്ട് ഞങ്ങൾ വെറുതെ സമയം വെറുതെ മെനക്കെടുത്താനും വേണ്ടിയിട്ട് വന്നാണ്ട് ക്ലാസ് എടുക്കാന്നും പറഞ്ഞാണ്ട് ഇരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് സത്യൻ സാർ ഭയങ്കരമായിട്ട് എന്നെ ഫിറ്റാക്കി. സത്യൻ സാർ അത് ഫിറ്റാക്കി കഴിഞ്ഞ് ഞാൻ സെഷനൊക്കെ കഴിഞ്ഞ് ഇതിങ്ങനെ ഓഫാക്കി കിടക്കുമ്പോൾ എന്റെ മൈൻഡിൽ ഇങ്ങനെ വരികയാണ്. എനിക്കത് ആരോടും പറയാനും തോന്നണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, നേരെ ഒരു നോട്ട് പുസ്തകമോ ഡയറി എന്തെങ്കിലും എടുത്തുക, ഞാൻ അതിൽ എഴുതുക. എന്റെ മനസ്സിൽ വരുന്ന ചിന്ത, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അപ്പം അതിന്റെ തൊട്ടപ്പുറത്ത് ചോദ്യം, എന്തിന്? നമ്മളോട് തന്നെ ചോദിക്കുന്ന പോലെ അതിന്റെ അപ്പുറത്ത് തന്നെ 2 കോളം ഉണ്ടാക്കുക. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, എന്തിന്? സത്യൻ സാർ എന്നോട് ദേഷ്യപ്പെട്ടു, അതുകൊണ്ട് അതെനിക്ക് തിരിച്ചൊന്നും മറുപടി പറയാൻ പറ്റിയില്ല. മറുപടി പറയാൻ പറ്റാത്തതാണോ എന്റെ വിഷയം? അതല്ല, അത് നമ്മൾ തന്നെ എഴുതണം കേട്ടോ. നമ്മളൊരു പ്രോബ്ലം നമ്മൾക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അതിങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത് പോലെ ഒരു എഴുത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണോ നമ്മളത് ചെയ്യുന്നത്, അതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ നമ്മളോട് തന്നെ ചോദിക്കുന്ന രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടും ഇപ്പുറത്ത് അതിന്റെ ആൻസറും ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മാറ്റം ഉണ്ടാകും. ഒന്നിഞ്ഞി എഴുതാൻ അറിയൂല, ഓക്കെ, ഇനി എഴുതാൻ അറിയൂല എന്ന് വിചാരിക്കുക. പണ്ട് എന്റെ അനിയന് കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട്, എന്തോ ഒരു കേസ് ഉണ്ടായിട്ട്, അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പാരന്റിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഓനോന്റെ ഒരു പരിചയത്തിലുള്ള ഒരാളെ വിളിച്ച്, വീട്ടിൽ അറിയരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് പരിചയത്തിലുള്ള ഒരാളെ വിളിച്ചിട്ട് കൊണ്ടുപോയി സാറോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം സാറ് അവിടുത്തെ പ്രിൻസിപ്പള് ഒരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ശരി, ഇങ്ങനെ ഒന്നും സംഭവിക്കൂല എന്നൊന്ന് എഴുതി ഒപ്പിട്ട് തന്നാളി എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ അനിയന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സാറോട് അയാൾ പറഞ്ഞു, എനിക്ക് എഴുതാൻ അറിയൂല. അദ്ദേഹത്തിന് എഴുതാൻ അറിയൂല അത്രേ. അതൊരു മോശം കാര്യമൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞു തന്നത്, ഇനി അങ്ങനെ എഴുതാൻ അറിയാത്തൊരു സിറ്റുവേഷൻ ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. എങ്കിൽ ടോക്ക് ടു എനി വൺ, ഒരാളോട് സംസാരിക്കുക. അതെങ്ങനെയാവണമെന്നറിയോ സംസാരം? ഇത് ഞാൻ ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അതായത് കൃത്യമായ ഭാഷയിലായിരിക്കണം സംസാരിക്കേണ്ടത്. കരഞ്ഞോണ്ട്, ഇപ്പം സങ്കടം വന്ന് ഇതിനെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയ സമയത്ത് ഒന്നും പറഞ്ഞ് ഈ രൂപത്തിലല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് എങ്ങനെയാവണം? കൃത്യമായ ഭാഷയിലാവണം. കരഞ്ഞുകൊണ്ടുള്ള പറച്ചിലോ ടെൻഷൻ അടിച്ചുള്ള പറച്ചിലോ ഒന്നുമല്ല. എന്താണ് പ്രശ്നം? അപ്പൊ നമ്മൾ പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ചില വിഷയങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യം, ഒരാൾ നമ്മളോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അയാളോട് ഈ പ്രശ്നം വിശദീകരിച്ച് കൊടുക്കുന്ന സമയത്ത്, ആ ആ ഇത് സോറി, ഞാനിപ്പം വരട്ടോ, ഈ കാര്യം ഒന്ന് ചെയ്താട്ടെ, നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ ആ ടൈമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ ഏതെങ്കിലും ഒരു മൊമെന്റ് ആലോചിച്ച് നോക്കി, ഉണ്ടാകും. എന്തായാലും അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടാകും. ഒരാളോട് സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാകും. പക്ഷെ അത് സംസാരിക്കുമ്പോൾ അത് എന്താണ് എങ്ങനെയാണെന്ന് കൃത്യമായ ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സംസാരം തീരുമ്പോഴേക്കും 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമത്തത്, ഒന്നുകിൽ നമുക്ക് തന്നെ അതിനുള്ള സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരും. ഇനി ഇതൊക്കെ ചെയ്തിട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സീക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. നിർബന്ധമായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടണം. അതിലൊരു മടിയും വിചാരിക്കരുത്. അതായത് ഇപ്പോഴത്തെ കാലത്ത് ഉള്ളൊരു പ്രധാന പ്രശ്നം എന്താ വെച്ചാല്, സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുമ്പോഴേക്കും അയാൾക്ക് എന്തോ മെന്റൽ പ്രോബ്ലം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളാ. ഞാൻ ഇവിടെ അടുത്തൊരു പാരന്റ്സ് മീറ്റിംഗിൽ ഒരു കുട്ടിയെയും കൊണ്ട് രക്ഷിതാവ് വന്നു. അപ്പൊ കുട്ടിയുടെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളതൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞു. എടുത്തേക്ക് ആ രക്ഷിതാവ് പറഞ്ഞ മറുപടി, ഓന് മാനസിക പ്രശ്നമൊന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ തന്നെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത്. അയാൾ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാ പറയണത്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, സൈക്കോളജിസ്റ്റിനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശം കാര്യമല്ല. അതിൽ കുറെ കാര്യങ്ങളാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിശദീകരിച്ച് കൊടുത്തപ്പോ അപ്പൊ അയാൾ പറഞ്ഞു, ആ ഞാൻ നോക്കാം. അപ്പോൾ അയാൾക്ക് ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല്
നമ്മുടെയൊക്കെ ഒരു പൊതുവെ ഒരു സൊസൈറ്റിയിലുള്ള കുറെ ആളുകളുടെ ഒരു മെന്റാലിറ്റി സൈക്കോളജിസ്റ്റിനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എന്തോ ഒരു മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അയാൾ സ്ഥിരമായിട്ട് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഇപ്പം ആണുങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ ഒരു കല്യാണം ആലോചിച്ച് ഇങ്ങനെ ചെല്ലണ സമയത്ത് നമ്മൾ കേൾക്കുകയാണ് ആ പെൺകുട്ടി സ്ഥിരമായിട്ട് സൈക്കോളജിസ്റ്റിനെ കാണുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന കാര്യം എന്താ? എന്തോ മാനസികമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല, ഒരു മെന്റൽ പ്രോബ്ലം ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ തേടുക എന്നുള്ളത് നമ്മൾ നമ്മളോട് കാണിക്കേണ്ട ഒരു മര്യാദയാണ്. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഇതാണ് ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അതോടൊപ്പം ഇതിൽ ചോദിച്ചൊരു ചോദ്യം കൂടി, ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ എന്തായാലും ബന്ധമുണ്ട്. ഈ ഓവർ തിങ്കിങ് നമ്മൾ കൃത്യമായ രൂപത്തിൽ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അത് ആങ്സൈറ്റി ആയിട്ട് മാറാം, ഡിപ്രഷൻ ആയിട്ട് മാറാം, അവസാനം അത് ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ചേക്കാം. നമ്മളൊക്കെ കേൾക്കാറുണ്ടല്ലോ, അതായത് SSLC റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇൻകെങ്ങാനും full A+ കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് ആലോചിച്ചിട്ടാണ്. റിസൾട്ട് വന്നിട്ടില്ല, അതിന്റെ മുമ്പ് ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. ഈ ഡിപ്രഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വേറെ കുറെ ഉണ്ട് കേട്ടോ. ഡിപ്രഷനൊക്കെ ശരിക്ക് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആകെ കരഞ്ഞ് നിലവിളിച്ച് ആൾക്കാരെ മുന്നിൽ ഭയങ്കരമായിട്ട് ഇടങ്ങാറായിക്കാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അതല്ല ഡിപ്രഷൻ. ഡിപ്രഷൻ വന്ന ഒരാളെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, ദ മൊമെന്റ് ബിഫോർ സൂയിസൈഡ് ബൈ ഡിപ്രഷൻ, അങ്ങനെ എന്തെങ്കിലും ഒന്നിങ്ങനെ അടിച്ചു നോക്കിയാൽ മതി. അതായത് അയാൾ ചിരിച്ച് കളിച്ച് രസിച്ച് നടക്കുന്ന മനുഷ്യനായിരിക്കും. കാണുന്ന ഒരാൾക്കും അയാൾ ഡിപ്രഷനിലാണെന്ന് പോലും മനസ്സിലാവാത്ത രൂപത്തിലായിരിക്കും. ബട്ട് അയാളുടെ മൈൻഡിലുള്ളത് എന്താണെന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം നിങ്ങൾക്കത് ഓവറായിട്ട് നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. അതിലൊരു മടിയും വിചാരിക്കരുത്. അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക. നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ ഒരു മാർഗം ഇല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇത് ഞാനൊരു ഓപ്പൺ ആയിട്ട് അങ്ങനെ പറയല്ല കേട്ടോ. ഞാൻ എല്ലാവരും കൂടി ഇങ്ങനെ വിളിക്കുകയും വേണ്ട. ഞാനൊരു ഇത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് ഒരു നല്ല സുഹൃത്തോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ആരുമില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടോക്ക് ടു മീ. ബട്ട് അത് എപ്പോഴും സാധ്യമായിക്കൊള്ളണമെന്നില്ല. എന്നെ ഈ വീഡിയോയിൽ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് എന്റെ വാക്കുകൾ കേട്ടിട്ട് ഇയാൾ അത്യാവശ്യം നല്ല മനുഷ്യനാണെന്ന് ഒരിക്കലും എന്നെ കുറിച്ച് മനസ്സിലാക്കരുത്. ഒരു വീഡിയോ കണ്ടിട്ട് വിലയിരുത്തേണ്ടതല്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പ്രൊഫഷണൽ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ആളുമല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് തരാൻ എന്നെ കൊണ്ട് അറിയില്ല. പ്രൊഫഷണൽ ഹെൽപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അന്വേഷിച്ചിട്ട് കണ്ടെത്തിക്കാണ്ട് തരികയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ, കേൾക്കാൻ ഞാൻ റെഡിയാണ്. കമന്റുകളായിട്ടോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ ഒക്കെ അറിയിച്ചാൽ സന്തോഷം. ക്ലാസ് എടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറയാം. എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അതും പറയാം. ക്ലാസ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പ്രത്യേകം അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സെഷൻ. ഇനി പറയാനുള്ളതൊക്കെ പറയാട്ടോ. റെക്കോർഡ് കിട്ടും തീർച്ചയായിട്ടും. ഇൻഷാ അല്ലാഹ് റെക്കോർഡ് ഉണ്ടാകും. ഞാൻ അതിന്റെ യൂട്യൂബ് ലിങ്ക് ഞാൻ അയച്ചു തരുന്നുണ്ട്. ഇനി ഒറ്റയടിക്കാണ്ട് ലെഫ്റ്റ് അടിച്ച് പോവാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്ന് കമന്റ് രേഖപ്പെടുത്തിയിട്ടോ പോവാട്ടോ. ഇതിങ്ങനെ ക്ലാസ് കഴിയുന്നവരെ ഇങ്ങനെ കൂളായിട്ട് ഹാപ്പി ആയിട്ട് പ്ലസന്റ് ആയിട്ട് ഇരിക്കാൻ ഇങ്ങനെ പറ്റും. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അതെങ്ങനെ പറ്റുന്ന ചോദിച്ചാല് ഞാൻ മനസ്സിലൊന്നും വെറുപ്പോ ദേഷ്യം ആരോടും സൂക്ഷിക്കാറില്ല. അതുകൊണ്ടായിരിക്കാം. എനിക്കൊരു മനുഷ്യനോടും ദേഷ്യമില്ല. അതുകൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് മാഷാ ഇവിടെ അല്ലാഹ്. എല്ലാവരോടും എനിക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇവിടെ വന്ന ഈ ഒരു ഓൺലൈനിൽ ഇപ്പൊ എന്നെ അങ്ങനെ കേട്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും, ഒരു മനുഷ്യനോട് സ്നേഹം തോന്നിയാൽ അത് പറയണം എന്നാണ് പ്രവാചകർ. ഇങ്ങനെ ഒരു കൂട്ടാളുകൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ അരികിലൂടെ ഇങ്ങനെ ഒരാൾ നടന്നു പോയപ്പോൾ ഒരാൾ പറഞ്ഞു, നബി എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞത്രേ, എന്താണ്, എന്നാ അത് എന്നോടല്ല അയാളോട് പോയി പറയണം എന്നതുപോലെ നിങ്ങളെല്ലാവരും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ കേട്ടിരുന്നു എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് മാത്രമല്ല ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പുതിയ അറിവ് കിട്ടാനാണല്ലോ നിങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും ആ നിലക്ക് നിങ്ങൾ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടം ഞാൻ നിങ്ങളോട് തന്നെ പറയാണ് നേരിട്ട് കേട്ടോ. ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി. ഒരു പുതിയൊരു ബ്രദറിനെ കിട്ടിയ പോലെ. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. താങ്ക് യു സന്തോഷം. ഹലോ
ഹായ്. ഉം ഞാന് സാറ് മറ്റേ യൂണിക്നെസ് ടോക്കില് വന്നില്ല ഒരു ദിവസം വന്നിനു മറ്റേ മാജി സാറിന്റെ യെസ് യെസ് യെസ്. ഞാൻ സാറിന് മെസ്സേജ് അയച്ചിന് ഓർമ്മ ഉണ്ടോ അറിയില്ല. അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മറന്നുപോയി. പിന്നെ യെസ് യെസ് ആ യെസ്. ആ, ഓക്കെ, ആ, മനസ്സിലായി. അന്ന് അന്ന് ഞാനിങ്ങനെ വിചാരിച്ചു സാറിന്റെ ക്ലാസ്, പക്ഷെ പിന്നെ വേറൊരു ദിവസം ഉണ്ടായിരുന്നു എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇതെനിക്ക് പോസ്റ്റർ കണ്ടതിന് ഭയങ്കര സന്തോഷമായി. സാറായിട്ട് തുടങ്ങിയെന്ന് കേട്ടപ്പോ അപ്പൊ ഞാൻ മാക്സിമം ഞാൻ ഷെയർ ചെയ്യൊക്കെ ചെയ്തപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതില്, ഞാൻ അവളെ വിളിച്ചു കൊണ്ടുവന്നതാണ്. അവള് പോയോ ഇതിലുണ്ട്. ഓവർ തിങ്കിങ്ങിന്റെ അങ്ങേയറ്റത്തെ ഒരാളാണ്. അങ്ങനെയാണ് സാറിന്റെ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രശ്നമില്ലല്ലോ അല്ലെ? ഇല്ല, പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ആ ഒരു ആ പ്രൊഫഷണൽ ആ അല്ല ആ. വിഷയത്തില്. ആ. ഓക്കെ, സാറിന് സന്തോഷം. പറ്റുന്ന രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതിയോളാം. ഓ, തീർച്ചയായും തീർച്ചയായും തീർച്ചയായും, കുഴപ്പമില്ല. എന്തായാലും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. ലൈഫൊക്കെ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. ഇല്ല, ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് എപ്പോഴും പറയാറുള്ളത് പോലെ, ഭൂമിന്റെ മേലെയും ആകാശത്തിന് താഴെയുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, പറയാം. എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞു തരും, അറിയാത്തതാണെന്നുണ്ടെങ്കിൽ അറിയൂല എന്ന് പറയും. അന്വേഷിച്ചിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ അന്വേഷിച്ച് പറയുകയും ചെയ്യും. മാത്സ് എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിയൂല. ബാക്കിയുള്ളത് എന്തും നോക്കാം. Hello, sir. ഹായ്. It's beautiful listening to you. എന്നും പറയുന്ന പോലെ തന്നെ പറയാണ്. നല്ല രസാണ്. മേ ബി പ്യോർ സോൾ ആയിട്ട് സംസാരിക്കണമെന്നാണ് തോന്നുന്നത്. ഐ ഓൾവേസ് വാണ്ടഡ് എന്ന് വെച്ചാൽ ഇമോഷണലി സംസാരിക്കുന്ന ആൾക്കാർ ഭയങ്കര റെയർ ആണല്ലോ. എനിക്ക് യെസ് ഇന്നത്തെ ടേക്ക് അവേ ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പടച്ചവനോട് പറയുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. എന്താണ് യെസ്. പ്രശ്നം തരുന്നതെന്ന്. പടച്ചവനെ, പ്രശ്നത്തിൽ നീ കൂടെ ഉണ്ട് എന്ന് പറയാൻ പറ്റട്ടെ. ഇനി തൊട്ട് അതൊന്ന് മാറ്റി പറഞ്ഞു നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടുന്ന് ഓക്കെ അതൊരു ടേക്ക് അവേ ആയിട്ട് ഷുവർ ആയിട്ട് ഞാൻ അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എക്സ്പീരിയൻസ് ഷുവർ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ ഷുവർ. സബ്ജക്റ്റില് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ആൻഡ് ഓവർ തിങ്കിങ് എന്ന് പറയണത് പേഴ്സണലി എനിക്കറിയാം നമ്മളെ വിട്ടുപോകാത്ത ഒരു കാര്യമാണ്. ബിക്കോസ് ഡെസിഷൻ മേക്കിങ്ങിനെയാണ് അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. പ്യുവർ യെസ് ബിക്കോസ് ഒരുപാട് നോളജ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അത് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എല്ലാം അറിയാം, എല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യം. ഐ നീഡ് ഹെൽപ്പ്. ഇപ്പൊ പ്രൊഫഷണല് സീക്ക് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, ഈശ്വര റിയലി വേണോ? ഈ പറയുന്ന പോലെ തന്നെ ഞാനൊരു ഹീലറാണ്. ഹോണോപ്പോ EFT പഠിച്ച് അതിന്റെ ഒരു ഹീലറാണ് ഞാന്. അപ്പൊ ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഹീലറായി ഇരിക്കുന്ന ഞാൻ വരെ തിങ്ക് ചെയ്യുന്നത് സൈക്യാട്രിസ്റ്റിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ എനിക്ക്? ഞാൻ പറയാണ്, അത് അങ്ങനെ പഠിച്ച ആളായിട്ട് പോലും സർ ഇത് ട്യൂണിങ്ങിന്റെ കുഴപ്പം. സാർ പറയുന്ന പോലെ എവിടെയോ നമ്മളെ അങ്ങനെ ട്രെയിൻ ചെയ്തേക്കാണ്. നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. മെൻ ഹാസ് ടു ബി ലൈക്ക് ദിസ്, വുമൻ ഹാസ് ടു ബി ലൈക്ക് ദിസ്, പീപ്പിൾ ഹാവ് ടു ബി ലൈക്ക് ദിസ്. അപ്പൊ സാർ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെ കേട്ടിരിക്കാൻ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനിയൊരു സാറ് പറയുന്ന ഇനിയൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു വീഡിയോയില് കണ്ടു, ഒരു സെഷൻ എടുത്തിട്ടോ എന്നെ ജഡ്ജ് ചെയ്യാൻ ഇരിക്കരുത്, ഞാൻ ഒരു നല്ല മനുഷ്യരാണ് എന്നുള്ള അത് സാറിന്റെ ഒരു എന്താ പറയാ, ഐ എം വെരി ഗ്രേറ്റ്ഫുൾ യു ടെൽ ദാറ്റ് ടു പീപ്പിൾ. സീരിയസ്ലി എനിക്കിത് മലയാളത്തിൽ ഇമോഷൻ പറയാൻ അറിയത്തില്ല, ഞാൻ മലയാളി അല്ല, അതിന്റെ ഒരു ചെറിയ പ്രശ്നം എനിക്കുണ്ട്. അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, അല്ലാണ്ട് ഓക്കെ. ജാടയായിട്ടല്ല കേട്ടോ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. സന്തോഷം. ഞാൻ ഇതിന്റെ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഞാനൊരു ഓവർ തിങ്കറാണ്. കഴിഞ്ഞ ആഴ്ച ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വരെ എൻ്റെ മൈൻഡിൽ നിരന്തരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇപ്പം ഗ്രൂപ്പ് തുടങ്ങിയിട്ടില്ല, ആരാ ഇപ്പം ജോയിൻ ചെയ്യുക? അഥവാ ജോയിൻ ചെയ്താലും ആരായിരിക്കും ഇപ്പം ഒരു സെഷനൊക്കെ കേൾക്കുക? ഇന്നിപ്പോ ഞാൻ അങ്ങനെ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ നോക്കിയപ്പോ ആകെ 5 ആളുണ്ട് ആകെ ജോയിൻ ചെയ്തത്. ഞാൻ അങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ, ഒരു സെഷൻ തുടങ്ങിയിട്ട്. പക്ഷെ ഞാൻ അപ്പൊ തന്നെ മനസ്സിൽ ആലോചിച്ചു, 5 ആളുണ്ടല്ലോ, അവർ ഇന്നെന്തായാലും കേട്ടിരിക്കുമല്ലോ, എന്നെ കേൾക്കാൻ വേണ്ടി വന്നതാണല്ലോ. എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 5 ഉള്ളത് 15ആയി. ആ 15-ൽ ഇപ്പോഴും 14 ഇപ്പോഴും ഇതാക്കണം, അതേപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതന്നെ പോലെ, അതായത് നമ്മൾ എന്തൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോബ്ലം നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ പടച്ചോൻ നമ്മുടെ കൂടെയുണ്ട്. ഓക്കെ. അതിന് ഖുറാനിൽ പറയുന്ന ഒരു വാക്ക് കൂടി ഞാൻ അതിന് കൂടുതൽ ആഡ് ചെയ്യാം.
അന ഇന്ത വന്യ അബദീന പഠിച്ചോൻ പറഞ്ഞത് ഖുറാനിൽ പറഞ്ഞുള്ള ഒരു വാക്കാണ് കേട്ടോ. എന്റെ അടിമ, അതായത് മനുഷ്യൻ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഞാൻ. ഞാന് എന്റെ അടിമ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് പഠിച്ചവൻ എന്റെ കാര്യമൊന്നും കാണുന്നില്ലല്ലോ എന്നാണെങ്കിൽ ഞാൻ കാണുന്നില്ല. എന്റെ പഠിച്ചവൻ എന്റെ കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞാനും എന്റെ കൂടെ ഉണ്ട്. എന്റെ പഠിച്ചവൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ചിന്തിക്കുകയാണെങ്കിൽ ഞാനും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എന്റെ കണ്ണ് എന്റെ പഠിച്ചവനാണ് ചിന്തിക്കുകയാണെങ്കിൽ ഞാനും എന്റെ കണ്ണാണ്. എന്റെ നാവ് എന്റെ പഠിച്ചവനാണ് ചിന്തിക്കുകയാണെങ്കിൽ ഞാനും എന്റെ നാവാണ്. എന്റെ എല്ലാം പഠിച്ചവനാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാനും എന്റെ എല്ലതുമാണ്. എന്റെ ഒന്നുമല്ല പഠിച്ചവനെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ അവനെ ഒന്നുമല്ല താനും. അന ഇന്ത വന്യ അപതിയെന്ന, ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അത് ഞാനാണ് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. പടച്ചോനെ നമ്മള് നമ്മുടേതായിട്ട് ഇന്റേതാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ പടച്ചോന്റേതാണ് എന്ന് പടച്ചോനും കൂടിയാണ് മനസ്സിലാക്കും. ആ ഒരു കൊമ്പെന്ന് ആലോചിച്ച് നോക്കിയാണ് നമുക്ക് എന്തും പറയാൻ പറ്റുന്ന, ഏത് സമയത്ത് ഏത് പാതിരാത്രിക്ക് ഒരു മനുഷ്യനോട് പറയാൻ അറപ്പ് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പടച്ചോനോട് നമുക്ക് പറഞ്ഞൂടെ? നമ്മൾ ജഡ്ജ് ചെയ്യാൻ വരൂലല്ലോ പടച്ചോനെ. നമ്മൾ ഇങ്ങനെ പറയാൻ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ പോലും നമ്മുടെ കൂട്ടുകാരെ നമ്മളെ ജഡ്ജ് ചെയ്യും. പക്ഷെ പടച്ചോനോട് പറഞ്ഞാൽ നമ്മൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കൂലല്ലോ. സാരല്ല, ഇതിനൊന്ന് ഒരു പടച്ചോൻ എപ്പോഴും പറഞ്ഞത് നിങ്ങളെ മരിക്കുന്നത് വരെ തൊണ്ടക്കുയിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് അതിന് മടങ്ങാനുള്ള അവസരം ഉണ്ടെന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ബി ഹോപ്പ്ഫുൾ. ഞാൻ അതുകൊണ്ടാണ് ഹോപ്സ് അപ്പ് എന്നുള്ള എൻ്റെ ഒരു ഇതിന് പേരിട്ടത് തന്നെ, ഹോപ്സ് അപ്പ്. ആ പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ശ്രീവർഷ മാം. അസ്സലാമലൈക്കും. വലൈക്കും നല്ല അസ്സലാം. നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ. ഈ ഓവർ തിങ്കിന്റെ അങ്ങേയറ്റം എക്സ്ട്രീം ലെവലാ ഞാൻ. പക്ഷെ എന്നാലും അതില് സൊല്യൂഷനും കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അത് ഞാൻ പറയട്ടെ, ഈ ഓവർ തിങ്കിങ്ങോട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ഈ ഓവർ തിങ്കിങ് സഹായിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. യെസ്. ഡിപ്രഷനിലേക്ക് പോകുന്നവര് മേ ബി ഒരുപക്ഷെ അതൊരു നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ അതല്ല, അതെ, അതിൽ ഹോപ്പ് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ക്രിയേറ്റിവിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ ഈ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ റൈറ്റിംഗ് ചെയ്യും. അത് ഏതൊരു കാര്യത്തിനെ പറ്റിയാണെങ്കിൽ കേട്ടോ. ഞാനിപ്പോ പുറത്ത് പോവുകയാണെങ്കിൽ എന്റെ ഏറ്റവും കൂടുതൽ ചിന്ത വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടിമേൽ യാത്ര ചെയ്യുമ്പോ ആ സമയത്ത് എനിക്ക് ഭയങ്കര തോട്ട് വരും. ആ സമയം ഇങ്ങനെ ചിന്തിച്ച് ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്വയം ക്രിയേറ്റ് ചെയ്യുക എടുത്തു കഴിഞ്ഞിട്ട് ആ സമയം ചിലപ്പോൾ മറന്നു പോവും. ചില കാര്യങ്ങൾ എനിക്ക് കൈമ കിട്ടും. അത് പക്ഷെ അത് നല്ല മീനിങ് ഫുൾ ആയിരിക്കും കിട്ടുന്ന കാര്യം. അപ്പൊ അത് ക്രിയേറ്റിവിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ ഈ എന്താ പറയാ ഓവർ തിങ്കിങ് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ തോന്നി. തീർച്ചയായിട്ടും. ഞാനേ ഇതില് കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ബൈക്കിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ കൂടുതൽ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഞാൻ കുറച്ചു കാലം മുമ്പ് ഇങ്ങനെ ബൈക്കിൽ പോണ സമയത്ത് എന്തോ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ആ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഒരു പോയിന്റ് എത്തിയപ്പോ എനിക്ക് തോന്നി, ഇത് ഭയങ്കര തോട്ടാണല്ലോ, ഇത് ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ലല്ലോ, ഇത് എനിക്ക് എന്റെ മനസ്സിൽ തന്നെ തോന്നി. ഞാൻ അപ്പൊ എഴുതി വെച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഞാൻ അവിടെ എത്തിയിട്ട് അതിന്റെ ഇടയിൽ വണ്ടി നിർത്തി എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോഴേക്കും ഞാൻ ആ കാര്യം മറന്നുപോയി. പിന്നെ മറന്നുപോയി, എനിക്കത് സത്യാണ്. ഓർമ്മയില്ല. അതെ, അതെ, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതെ, അതെ, അതെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഓവർ തിങ്കിങ് ഒരു മോശപ്പെട്ട കാര്യമല്ല. പക്ഷെ അത് എങ്ങനെ നമ്മൾ ആ ഓവർ തിങ്കിങ് ഏത് റൂട്ടിലൂടെ പോകുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അത് നല്ലതാവുന്നതും ചീത്തയാവുന്നതും. ഓവർ തിങ്കിങ് വേണം മനുഷ്യന്. ഞാൻ ഓവർ തിങ്കിങ്ങിന്റെ ആളാണ്. ഒരു കാര്യം വരുമ്പോഴേക്കും അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും ഈ ഓവർ വരുംവരായികളും. തിങ്കിങ് ഉള്ള ആളുകൾക്കാണ് ഇമോഷണലി കൂടുതൽ കണക്ട് ആവാൻ പറ്റുക. ഒരു മനുഷ്യനെ എമ്പതറ്റിക്കലി നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഓവർ തിങ്കിങ് ഉള്ള ആൾക്ക് കൂടുതലായിട്ട് സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. യെസ്, ശരിയാണ്. തീർച്ചയായിട്ടും കേട്ടോ. കണക്ട് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമാണ്. ആളുകളുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പമാണ് അല്ലെ? ഓഫ്കോഴ്സ് അത് നമുക്ക് സഹായിക്കുന്നത് പല രീതിയിൽ സഹായിക്കും. ഞാനിപ്പോ ഒരു BDA ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് പല കോൾസും ഞാൻ വിളിക്കുന്ന സമയത്ത് നമുക്ക് നേരെ മുന്നിലുള്ള ആളുകളെ ഇമോഷനെ മനസ്സിലാക്കി അവരോട് സംസാരിക്കുന്നേരം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോണ്ട് ഉണ്ട്. ചില സമയം ആ മനുഷ്യന്മാര് നമുക്ക് തരുന്ന ഒരു സ്ഥാനമുണ്ട്. അതാണ്. അപ്പൊ അവര് ചോദിക്കുന്നത് കേൾക്കാനൊരു മനുഷ്യൻ ഉണ്ടാവാന്നുള്ളത് അവർക്ക് കിട്ടുന്ന ഒരു വലിയ കാര്യമാണ്. ചില ആളുകൾക്ക് അവര് വേറെ എന്തോ ആവശ്യത്തിനാ വിളിച്ചുണ്ടാവുക, അത് മറന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞും കഴിഞ്ഞിട്ട് ആരും അറിയാത്തൊരു മനുഷ്യനോട് പറയാനും അതിന് കൂടെ നിൽക്കുന്നവരെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്.
സത്യം. എനിക്ക് നിങ്ങളായിട്ട് ഒന്നും കൂടി പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട് കേട്ടോ. നമ്മള് ഏകദേശം ഒരേ സ്വഭാവക്കാരാണ് തോന്നുന്നുണ്ട്. അതെനിക്ക് നിങ്ങൾ സംസാരിക്കുമ്പോഴേ എനിക്ക് തോന്നി. ഓക്കെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിൽ കൃത്യമായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അതായത് ഇന്നെ ഇങ്ങനെ അധികം പരിചയമില്ലാത്ത ആളുകൾ വരെ ചിലപ്പോൾ വന്നാണ്ട് അവരുടെ ലൈഫിലുള്ള കുറെ പ്രോബ്ലംസ് പറയും. എനിക്കത് ഇങ്ങനെ കേട്ടിരിക്കാനും തോന്നും. അത് എനിക്ക് പറ്റുന്ന ആ സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും തോന്നാറുണ്ട്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് കേട്ടോ. ഇൻഷാ അല്ലാ. താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു സെഷൻ തന്നതിന് കേട്ടോ. ഇനിയും ഒരുപാട് സെഷൻ ചെയ്യാൻ പറ്റട്ടെ, ഉയരങ്ങളിലെത്തട്ടെ, ഞങ്ങൾക്ക് ഇതുപോലെ വാക്കുകൾ കേൾക്കാൻ പറ്റട്ടെ. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അതെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇങ്ങനെ വിചാരിക്കണ്ടാവും, ഞാൻ പറഞ്ഞാലോ അത് വേണ്ട, പറഞ്ഞാല് കുഴപ്പമുണ്ടാവുമോ, ഞാൻ ഇപ്പൊ ഇനി എന്താ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒന്ന് വോയിസിൽ വന്നാൽ ഒരു കുഴപ്പമില്ല. ഇവിടെ അല്ലാതെ നിങ്ങൾ വേറെ ആരോടാ ഞാൻ പറയാ? എന്നോട് എന്തായാലും പറയാ, ധൈര്യമായിട്ട് പറയാ, നിങ്ങൾ എന്തും പറയാ. ഈ പറമ്പിൽ എന്ന് പറയുന്നത് എവിടെയാണ്? പറമ്പിൽ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുപേരാണ്, ഇല്യാസ് പറമ്പിൽ. ഷാഫി പറമ്പിലിന്റെ ആരും അല്ല കേട്ടോ, അത് ഏതോ പറമ്പിൽ, ഇത് വേറെ പറമ്പിലാണ്. ഞാൻ കോഴിക്കോട് തന്നെയാ? അല്ലല്ല, ഞാന് ഇവിടെ മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് കൊട്ടുക്കര എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാല് സന്തോഷം. കേൾക്കുന്നുണ്ടോ സാറേ? യെസ്, കേൾക്കുന്നുണ്ട്. സത്യൻ സാർ പറഞ്ഞോളൂ. ഈ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ഞാൻ കേട്ടത് അത് പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പോഴത് കറക്റ്റ് ചെയ്തു. അപ്പൊ അതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ അത് മോശവും പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ അത് നല്ലതും എന്നല്ലേ? ഒന്ന്. രണ്ടാമതായിട്ട് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ എന്നുള്ള ഒരു കാര്യം കൂടി ഇല്ലേ? അത് രണ്ടൊന്ന്. ഓക്കെ. അതായത് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അത് മോശവും പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ അത് നല്ലതും അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ഒരു ജോലിക്ക് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യുകയാണ്. ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി പോവുകയാണ്. പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് അവർ ക്വസ്റ്റ്യൻ ചെയ്യോ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അങ്ങനത്തെ എന്തോ ആവട്ടെ. പക്ഷെ ആ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടിലൂടെ നമ്മൾ ആ കാര്യം പാടെ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അത് മോശം. നമുക്കൊരു കാര്യത്തെ കുറിച്ച് നമുക്കൊരു തോട്ട് വന്നു, ആ തോട്ട് വന്നിട്ട് നമുക്ക് ആ തോട്ടുകൾ ഇങ്ങനെ നിരന്തരം നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം ഇല്ല. ഒരു ചിന്ത ഇങ്ങനെ പോയി ആ ചിന്തകളൊക്കെ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളാവട്ടെ അതിന് കുഴപ്പമില്ല. അതേസമയം നമ്മൾ ആ ചിന്തയിൽ പെട്ടിട്ട് ആ ലൂപ്പിൽ പെടുന്നത് പോലെ അതിലിങ്ങനെ പെട്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക മാത്രം ചെയ്യുക, അതെങ്ങനെ പറയാം? അതായത് ഓവർ തിങ്കിങ്, നമ്മളൊരു കാര്യം ചിന്തിച്ച് ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ തിങ്കിങ്ങിന് കുഴപ്പമില്ല. ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരു ആക്ഷനും എടുക്കാതെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ തിങ്കിങ് കുഴപ്പമാണ്. അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ. അതാണ് ഒന്നാമത്. ഞാൻ നിങ്ങളെ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു സാർ ചോദിച്ചത്? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ എന്നുള്ള ഒരു ക്ലാരിറ്റി. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മൾ എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റൂല. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എന്താണോ തോന്നുന്നത് അതാണ് നമ്മൾ എന്ന് പറയുന്നത് എന്താ വെച്ചാല് നമ്മുടെ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കാണുന്നത് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ, നല്ല എന്തോ ഒരു ഫ്ലുവന്റിൽ എന്തോ ഒരു ചിരിച്ചിട്ട് പറയുന്ന എന്തോ ഒരു നല്ല മനുഷ്യൻ. പക്ഷെ എന്നെ നേരിട്ട് അറിയുന്ന ആളുകൾക്കായിരിക്കും എന്റെ സ്വഭാവ ഗുണങ്ങൾ ശരിക്കും അറിയുക. അവർക്കായിരിക്കും ഈ ചെങ്ങായിനെ കുറിച്ച് ഇവരെങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് തോന്നുക. അപ്പൊ ഞാന് ആളുകളുടെ ഇടയിൽ എന്താണോ എന്നുള്ളതല്ല, ഞാൻ ആരും എന്റെ കൂടെ ഇല്ലാത്തപ്പോ എന്റെ ക്യാരക്ടർ ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണോ. ഇപ്പൊ ഞാൻ ആളുകളോട് നിങ്ങളോട് പറയാണ്, ഞാൻ നിരന്തരമായിട്ട് പറയാണ്, നിങ്ങൾ സിഗരറ്റ് വലിക്കരുത് കേട്ടോ, നിങ്ങൾ അത് കേടാണ് കേട്ടോ, പോൺ വീഡിയോസ് കാണാൻ പാടില്ല, ഇതൊക്കെ ഞാൻ പറയാണ്. എന്നിട്ട് എന്റെ സ്വകാര്യതയിൽ ഞാൻ പോൺ വീഡിയോ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞ മനുഷ്യന്മാർക്ക് തിങ്കിങ്ങും തോട്ടും തമ്മിൽ കുറെ മാറ്റമുണ്ട് കേട്ടോ. തിങ്കിങ്ങും തോട്ടും തമ്മിൽ അത് നമ്മള് ഈ സാധനം എപ്പോഴെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുകയാണെങ്കിൽ ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക് എന്ന് പറഞ്ഞ സാധനം ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ തിങ്കിങ് തോട്ട് എപ്പം ഏത് മൊമെന്റിൽ നമുക്ക് വേണമെങ്കിൽ വരാം. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു തോട്ട് നമ്മുടെ മൈൻഡിലാണ് പോപ്പപ്പ് ചെയ്തു, അതുണ്ടാവാം.
പക്ഷെ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നമ്മൾ സ്വന്തമായിട്ട് പുതിയ കാര്യങ്ങൾ ആലോചിച്ചുണ്ടാക്കുകയാണെങ്കിൽ അതാണ് തിങ്കിങ്. മറ്റേത് തോട്ട്, യൂണിവേഴ്സൽ തോട്ട് എന്നൊക്കെ പറയുന്നത് പോലെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന സാധനമാണ്. അത് കുറെ പറയാനുണ്ടാവും. അതായത് യെസ്. തിങ്കിങ് അല്ല, തോട്ട് മീൻസ് നൗണും തിങ്കിങ് വെർബുമാണ്. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വേണമെങ്കിലും പറയാം. അതായത് തോട്ട് എന്താന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരുന്നു. ഇപ്പൊ സാറിന് ഇപ്പൊ ഇങ്ങനെ ബൈക്കിൽ പോണ സമയത്ത് ഒരു ആവശ്യമില്ലാത്ത എന്തോ ഒരു ചിന്ത ചിലപ്പോൾ മൈൻഡിൽ വന്നിട്ടുണ്ടാകും. അതിന് യൂണിവേഴ്സൽ തോട്ട് എന്ന് അങ്ങനെ എന്തോ ആണ് ഇതിൽ പറയുന്നത്, വിശേഷിപ്പിക്കുന്നത്. അതേസമയം ആ കാര്യം നമ്മുടെ മൈൻഡിലേക്ക് പോപ്പപ്പ് ചെയ്ത് വന്നു, നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സാറ് പറഞ്ഞ പോലെ ഒരു വേർബായിട്ട് നമ്മൾ അതിനങ്ങനെ ഒരു ആക്ഷൻ എടുത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് തിങ്കിങ് എന്നാണ് പറയാന്നൊക്കെയാണ്. അത് കൂടുതൽ ക്ലാരിറ്റി ആയിട്ട് പഠിച്ച് അവതരിപ്പിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറുപടി തൃപ്തനാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഏതായാലും റെക്കോർഡിംഗ് ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആർക്കെങ്കിലും റെക്കോർഡിംഗ് വരുമോ എന്ന് വിചാരിച്ചിട്ട് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ പറയാതിരിക്കണ്ടല്ലോ. ആർക്കെങ്കിലും റെക്കോർഡിംഗിൽ തന്നെ പറയണം താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം കൈപ്പൊക്കിക്കോളിട്ടോ. റെക്കോർഡിംഗ് ഓഫ് ആക്കിയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. യെസ്. യെസ്റ്റർഡേ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ വരുവായിരുന്നു, ബീച്ചിൽ പോയി ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലേക്ക് ചിന്തിച്ചു, മനസ്സ് ആ സമയം എന്റെ ശരീരം ഞാനൊരു പ്രവൃത്തിയിലാണ്, പക്ഷെ എന്റെ മനസ്സൊരിക്കലും ആ പ്രവൃത്തിയിലല്ല. മനസ്സ് സഞ്ചരിക്കുന്നത് വേറെ വഴിയിലാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ സാധനം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റാതെ? ചിലപ്പോ അത് അൺകോൺഷ്യസ്ലി ആണ് ആ സംഭവം എനിക്ക് സംഭവിക്കുന്നത്. കോൺഷ്യസ് ആയിട്ട് ഞാൻ ചിന്തിക്കുന്നത് ശരീരവും മനസ്സും ഒരേ മാതിരിയാ പ്രവർത്തിക്കാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അൺകോൺഷ്യസ്ലി ആകുമ്പോൾ ശരീരം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും മനസ്സ് വേറൊരു വഴിക്കാ ചിന്തിക്കുന്നത്. അത് എന്തായിട്ട് അതിന്റെ റീസൺ? അത് അൺകോൺഷ്യസ് അല്ല, അത് സബ് കോൺഷ്യസ് ആണ്. അതായത് സബ് നമ്മൾ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ബൈക്ക് ഓടിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കറിയാം. കുറച്ച് ദൂരം എങ്ങനെ പോയി കഴിഞ്ഞ് പെട്ടെന്നുണ്ട് ഇതുവരെ ഇപ്പൊ അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്തത് എന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അതായത് നമ്മൾ യെസ്, അതിന് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. ഈ സബ് കോൺഷ്യസ് മൈൻഡ് അതായത് ഇത് ഈ സാധനം ഒന്ന് വായിച്ചു വെക്കാൻ മതി കേട്ടോ. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് ഭയങ്കര സാധനമാണ്. ഇതിന്റെ പവർ മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ലോ, അതിന്റെ നമ്മളെ ഈ ഹിപ്നോട്ടിസം, മെന്റലിസം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ എടുത്തിട്ട് ഈ വാട്ടർ ബോട്ടിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം എന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് വെള്ളം എടുക്കണം എന്നുണ്ടെങ്കിലും ഈ ക്യാപ്പ് തുറക്കണമല്ലോ. ഈ ക്യാപ്പാണ് ശരിക്കും കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ഒരു മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ക്യാപ്പ് തുറക്കണം. ഈ ക്യാപ്പ് നമുക്ക് എങ്ങനെ തുറക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, നിരന്തരമായിട്ട് നമ്മുടെ മൈൻഡിനോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കാര്യം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. ഇപ്പോ എന്താണ്, നല്ലോണം അടി കിട്ടുന്ന കുട്ടികൾ, ഉമ്മൊക്കെ നല്ലോണം തല്ലണ കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തെങ്കിലും ഒരു തെറ്റായ ഒരു കാര്യം ചെയ്ത സമയത്ത് കുട്ടി നമ്മൾ ഇങ്ങോട്ട് അടുത്തേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങിയാൽ തന്നെ കുട്ടി ഇങ്ങനെ ആക്കും. അതായത് കുട്ടിക്കിന്റെ മുൻ എക്സ്പീരിയൻസ് സബ് കോൺഷ്യസ്ലി കിടക്കുന്നുണ്ട്, അടിക്കാൻ വേണ്ടി ഓങ്ങുകയാണ് കേട്ടോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും കുട്ടി കൈ ഇങ്ങനെ വെക്കും. അതേസമയം ഇതുവരെ കുട്ടിയെ അടിച്ചിട്ടില്ലാത്ത ഒരു പാരന്റ് ആണ് ഇങ്ങനെ വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കുട്ടി വന്നാണ്ട് ചിലപ്പം പാരന്റിന്റെ കയ്യിൽ ഹൈഫൈവ് അടിക്കും. എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചെയ്യുന്ന, കാണുന്ന, അറിയുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്. നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് ഈ സമയത്ത് വർക്ക് ചെയ്യുന്നത്. അൺകോൺഷ്യസ് മൈൻഡ് അല്ല, സബ് കോൺഷ്യസ് മൈൻഡ് ആണ് അത് ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്. അതായിട്ട് ഞാൻ എന്റെ എങ്ങനെ അതിലേതായിരിക്കും ശരി? അല്ല, അത് ശരി തെറ്റിന്റെ പ്രശ്നങ്ങളല്ല അതിലുള്ളത് നമ്മള് എന്താണ്, ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ കേട്ടിട്ടുള്ള, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും അറിഞ്ഞിട്ടുള്ള, വായിച്ചിട്ടുള്ള സർവ്വ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ട് എന്നാണ്, എവിടെയും പോയിട്ടില്ല. ഇപ്പോ ചില ആളുകളൊക്കെ, ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഇല്ലാത്ത നിങ്ങളെ ഏറ്റവും കുട്ടിക്കാലത്തെ ഒരു ഫ്രണ്ടിന്റെ പേര് പറഞ്ഞിട്ട് അയാളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുമ്പോൾ അതുവരെ ഇല്ലാതിരുന്ന സാധനം പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ തെളിഞ്ഞു വരുന്നുണ്ട്, അവരുടെ മുഖം. അത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അവിടെ ശരി തെറ്റുകളല്ല, എക്സ്പീരിയൻസസ് ആണ്.
നമ്മളതിന് എന്ത് ചെയ്യുന്നു, അതിലൂടെ എന്ത് എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നൊരു സെഷൻ വെച്ചാലും നാളെ സെഷൻ വെച്ചാലും മതിയാകൂല. ഞാനേറ്റ പറഞ്ഞ് എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല്ല കേട്ടോ. അതും കൂടി പറഞ്ഞുതരാം. ഞാനിതിലെന്തോ ഭയങ്കര അറിവുള്ള ആളാണെന്ന് വിചാരിക്കണ്ട. ഞാനിതങ്ങനെ വായിച്ച ചെറിയൊരു അറിവ് മാത്രമേ ഉള്ളൂ. ആ അറിവ് വെച്ച് പറഞ്ഞു തന്നോന്ന് മാത്രം. ഇൻഷാല്ലാ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. മറുപടി തൃപ്തിയായിട്ടില്ലാന്ന് തോന്നുന്ന ഇൻഷാല്ലാ കേട്ടിട്ട്. അല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് തൃപ്തിയായിട്ടില്ലാന്നല്ല കേട്ടോ. ഞാൻ പലപ്പോഴും ചിന്തിച്ചും ഞാൻ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താത്തൊരു സാധനമാണത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അതില് അതെന്താന്ന് വെച്ചാല് നമുക്കൊരു മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളത്. ഈ നമ്മളെ ചിന്ത മാറിപ്പോകാനുള്ള ഒരു കാരണം അതാണ്. നമ്മളത് ആസ്വദിച്ച് ചെയ്യുന്നില്ല, മൈൻഡ്ഫുൾനെസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിസ്കാരത്തിലാണെങ്കിലും മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഞാൻ ഇവിടെ നമ്മുടെ മാജിദ് യുണീക്നെസ് അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നൂർ റൂഹ് എന്ന് പറഞ്ഞിട്ട്. അതിൽ വെച്ചിട്ട് നിസ്കാരത്തെ കുറിച്ചൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് നിസ്കാരത്തെ കുറിച്ചും അതിലെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പൊ നമ്മൾ തിന്നുന്ന സമയത്ത് ആസ്വദിച്ച് തിന്നാൽ കുറച്ച് കഴിച്ചാൽ മതിയാവുന്ന, എന്നാൽ തന്നെ വയറ് നിറയും. അപ്പം ആ സമയത്ത് എന്താണോ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യമാവട്ടെ ഇഷ്ടമില്ലാത്ത കാര്യമാവട്ടെ, പൂർണ്ണമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് വഴിതെറ്റി പോകില്ല. നമ്മുടെ മൈൻഡ് വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പൂർണ്ണമായിട്ടും മൈൻഡ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കാരണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഏതായാലും ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും ഒന്നും പറയാനുണ്ടാകൂല എന്ന് വിചാരിക്കുന്നു. റെക്കോർഡ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റോപ്പ് റെക്കോർഡിംഗ്.